അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, മനുഷ്യനും സമുദ്രവും ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സൂറത്തുർ റഹ്മാൻ്റെ തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്രലോകത്തെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാതെ പിന്നീട് കാലങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആകാശഭൂമികളിലുള്ള സർവ്വതും അവന് കീഴ്പ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവന് വഴിപ്പെട്ടിരിക്കുന്ന അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് അവയെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സൂറത്തു ആല ഇമ്രാനിൽ വലഹു അസ്ലമ മംഫി സമാവാതി വൽ അർളി തൗഅൻ വകർഹ, നിർബന്ധപൂർവം അല്ലെങ്കിൽ അനുസരണപൂർവം എല്ലാം അവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സമർപ്പണമാണ് ഇസ്ലാം. അതായത് മനുഷ്യേതരായിട്ടുള്ള സർവ്വജീവജാലങ്ങളും ഈ പ്രകൃതിയുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ബൗണ്ടറി ക്രോസ് ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ആ ഒരു ഫ്രെയിമിനകത്ത്, ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നാണ് അവ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭൂമിയുടെ പരിസ്ഥിതിയിൽ ഒരു കുഴപ്പവും അവരുണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഭീമാകാരമായിട്ടുള്ള ഭൂമി അടക്കി വാണ ഡിനോസറുകൾ പോലെയുള്ള ജീവികൾ നൂറ്റാണ്ടുകൾ അവിടെ ജീവിച്ചിട്ടും ഭൂമിയുടെ പരിസ്ഥിതിക്കോ അല്ലെങ്കിൽ ആ ആവാസ വ്യവസ്ഥക്കൊന്നും ഒരു ആഘാതവും അവർ സൃഷ്ടിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ഇത്തരം മനുഷ്യേതരായിട്ടുള്ള ജീവജാലങ്ങൾക്കെല്ലാം ആ സൃഷ്ടിപ്പിൽ തന്നെ ഇത്തരം ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ അല്ലെങ്കിൽ അതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രകൃതം അള്ളാഹു നൽകിയിട്ടുണ്ട്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ വസ്തുവിനെയും സൃഷ്ടിക്കുകയും പിന്നീട് അതിൻ്റെ ആ ഒരു പ്രകൃതം നൽകിയവൻ ആരാണോ അതാണ് എൻ്റെ രക്ഷിതാവ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അതേസമയം മനുഷ്യനിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യൻ ഇതര ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അവന് ആ ഫ്രീ വില്ല്, ആ ഒരു സ്വാതന്ത്ര്യം അവന് നൽകിയിട്ടുണ്ട്. ആ ചട്ടക്കൂട് അവന് നൽകിയിട്ടില്ല. ആ ഒരു ഫ്രെയിം പുറത്ത് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ ഒരു ഫ്രെയിം അതാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതാണ് അള്ളാഹു നൽകിയിട്ടുള്ള വഹി, ബോധനം. നിരവധി നൂറ്റാണ്ടുകളായിട്ട് അള്ളാഹു അയച്ചിട്ടുള്ള പ്രവാചകന്മാർ, അവരിലൂടെ നൽകിയിട്ടുള്ള വേദഗ്രന്ഥം, അതാണ് മനുഷ്യന് അവർ നൽകിയിട്ടുള്ള മാർഗദർശനം. അപ്പോൾ ആ മാർഗദർശനം അവന് പിൻപറ്റുന്ന സമയത്ത് അവൻ അങ്ങേയറ്റം ഉന്നതനായിട്ട്, മലക്കുകളേക്കാൾ ഉന്നതനായിട്ട് മാറുന്നു. അതേസമയം അതിനെ തിരസ്കരിച്ച് അവന് തന്നിഷ്ടങ്ങളെ അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന സമയത്ത് അവന് അങ്ങേയറ്റം മധമനായിട്ട് പിശാചിനേക്കാൾ അധപ്പതിക്കാൻ അവന് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഹജ്ജിൻ്റെ 18-ാമത്തെ വചനത്തിൽ അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, അള്ളാഹു പറയുന്നുണ്ട് ആകാശഭൂമികളിലുള്ള സർവ്വതും അവന് സുജൂദ് അല്ലെങ്കിൽ അവന് വഴിപ്പെട്ട് അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ് അവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷം ഓരോന്നായിട്ട് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ആദ്യം ഉപരിലോകത്തെ സംബന്ധിച്ച് ശംസു വൽ ഖമറു വൻ നുജൂം, ഉപരിലോകത്തുള്ള സെലസ്റ്റിയൽ ബോഡി, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവ ഉൾക്കൊള്ളുന്ന ഗാലക്സികൾ, അതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശേഷം ഭൂമിയിലേക്ക് വന്ന് വൽ ജിബാലു വ ഷജറു വ ദവാബ്, ഭൂമിയിലുള്ള ആ മാനമുട്ട ഉയർന്നു നിൽക്കുന്ന വലിയ പർവ്വതങ്ങൾ, കോടാനുകോടി വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങളിൽ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, സൂറത്തുൽ അൻആമിൽ ആ വൃക്ഷങ്ങളിൽ ഒരു ഇല വീഴുന്നത് പോലും അവൻ്റെ അറിവോടുകൂടിയാണ്. അതേപോലെ തന്നെ ശേഷം ദവാബ്, ഭൂമിയിലുള്ള ജന്തുജീവജാലങ്ങൾ, അത് ബാക്ടീരിയകൾ മുതൽ തിമീങ്കലം വരെയുള്ള മുഴുവൻ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ടാണ് അവ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിലാണ് ആ കൽപ്പനകൾ പിൻപറ്റുന്നത് അല്ലെങ്കിൽ അവനെ പ്രണമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവരുടെ ഭാഷ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. സൂറത്തുൽ ഇസ്രായിൽ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ ആ തസ്ബീഹിൻ്റെ ഭാഷ അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. വീണ്ടും അതേ സൂറത്ത് നഹ്ലിൻ്റെ 49-ാമത്തെ വചനത്തിലും അള്ളാഹു ഉപരിലോകത്തുള്ള മലക്കുകളും അതേപോലെ തന്നെ ഭൂമിയിലുള്ള ജന്തുജാലങ്ങളെല്ലാം അവർ അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവ ജീവിക്കുന്നെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത്, അവിടെ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് മുഴുവൻ മനുഷ്യരുമെന്ന് പറയാതെ വ കസീറു മിനന്നാസ്, അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യരിൽ ചില ആളുകളും, അതായത് മനുഷ്യരിൽ ചില ആളുകൾ മാത്രമാണ് അവൻ്റെ കൽപ്പനകൾ കേട്ട് അവന് കീഴ്പ്പെട്ട് ഇവിടെ ജീവിക്കുന്നത്. അതല്ലാതെയും ജീവിക്കാനുള്ള സമ്പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം പരീക്ഷണാർത്ഥം മനുഷ്യന് നൽകിയത് കൊണ്ട് തന്നെ ചില ആളുകൾ അവർ ആ ഒരു ബൗണ്ടറി എല്ലാം ക്രോസ് ചെയ്ത് അവരുടെ സ്വാർത്ഥത, അഹങ്കാരത്തെയും ആർത്തിയെല്ലാം തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ഏതറ്റം വരെ പോകാനും അവർ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കാനും പരിശുദ്ധ ഖുർആനിൽ ഉലൈക കൽ അൻആം ബൽ ഹും അദൽ,
അവർ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച രൂപത്തിലേക്ക് മാറാണ്. അവരുടെ അതിയായ ആർത്തി കാരണം ഭൂമിയിലുടനീളം അവർ കുഴപ്പങ്ങൾ, ആ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. തങ്ങളുടെ പ്രവൃത്തി അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രകൃതി ഏതു രൂപത്തിലാണ് ബാധിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നു പോലുമില്ല. അവരുടെ ആ സ്വാർത്ഥത എങ്ങനെയെങ്കിലും തൃപ്തിപ്പെടുത്തണം, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. സൂറത്ത് റൂമിൻ്റെ 41-ാമത്തെ വചനത്തിൽ ദുഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യരുടെ ആ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം കരയിലും കടലിലും മുഴുവൻ കുഴപ്പങ്ങൾ, ആ ഫസാദ് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ ആ മനുഷ്യൻ മാത്രമാണ് ആ പ്രശ്നങ്ങൾ, ഇതേ രൂപത്തിലുള്ള ആ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെല്ലാം തകിടം മറിക്കുന്നത്. അതിൽ ഈ ഒരു പ്രഭാഷണത്തിൽ തുടർന്ന് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സമുദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് കരയിലേക്ക് വരുന്ന സമയത്തും സമാനമാണ്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയുകയാണ്. ആറ്റംബോർ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ 1986 റഷ്യയിലെ ചെർണോബിലിൽ നടന്ന ആ ലോകത്തെ നടുക്കിയ ആണവ ദുരന്തത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അവിടെ ആ റിയാക്ടർ, ആ ഒരു ആണവ നിലയം പൊട്ടിത്തെറിച്ച് നിരവധി ആളുകൾ അവിടെ മരണപ്പെടുകയാണ്. ആ ഒരു പ്രദേശത്തുള്ള മുഴുവൻ നിവാസികളും അവരെല്ലാം ഇട്ടെറിഞ്ഞ് അവർ പോവുകയാണ്. അങ്ങനെ ആ ഒരു പ്രദേശം മുഴുവൻ ഒരു പ്രേത നഗരമായിട്ട് 10-30 കിലോമീറ്ററുകളോളം വരുന്ന ആ ഒരു പ്രദേശം മുഴുവൻ ഒരു പ്രേത നഗരമായിട്ട് മാറുകയാണ്. അവിടെയുള്ള കെട്ടിടങ്ങളും സ്കൂളുകളും പാർപ്പിടങ്ങളും അതെല്ലാം അത് മനുഷ്യവാസമില്ലാതെ ആ രൂപത്തിൽ അവിടെ ഉപേക്ഷിച്ച് പോവാണ്. കാരണം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ റേഡിയേഷനുള്ള പ്രദേശങ്ങളൊന്നായിട്ട് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 20,000 വർഷത്തേക്ക് അൺഇൻഹാബിറ്റബിൾ സോണായിട്ട്, അതായത് വാസയോഗ്യമല്ലാത്ത സ്ഥലമായിട്ട് ആ ഒരു സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യർ പോയതിന് ശേഷം പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യർ പോയതോടുകൂടെ ആ പ്രകൃതി തനതായ രൂപത്തിൽ അവിടെ തിരിച്ചു വരികയാണ്. ആ മരങ്ങൾ വളർന്ന് ആ വീട് നഗരം എല്ലാം ആ പച്ചപ്പിനടിയിൽ മറിഞ്ഞ് അവിടെ വലിയൊരു കാട് രൂപപ്പെടുകയാണ്. അത് ജീവികളെ സംബന്ധിച്ചിടത്തോളം പല ജീവികൾക്ക് റേഡിയേഷൻ അത്ര പ്രശ്നമില്ല. അത് മനുഷ്യനേക്കാൾ അതിനെ അതിജയിക്കാനുള്ള ശാരീരിക ശേഷി അവർക്കുണ്ട്. അപ്പോൾ മനുഷ്യൻ പോയതോടുകൂടെ അവിടെ ശാന്തമായിട്ടുള്ളൊരു പ്രകൃതി, അനധികൃതമായിട്ടുള്ള വേട്ടകളില്ല, അല്ലെങ്കിൽ പരിസ്ഥിതിക മലിനീകരണമില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവിടെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊന്നും അവിടെ ആരും ശ്രദ്ധിച്ചില്ല. പിന്നീട് അവിടെ നോക്കിയ സമയത്ത് വലിയൊരു ജൈവ വൈവിധ്യം തന്നെ അവിടെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. നിരവധി പുലിയും ചെന്നായും കരടിയും മാനും, എത്രത്തോളം എന്ന് വെച്ചാൽ വംശനാശ ഭീഷണി, പുറത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ചില മൃഗങ്ങൾ പോലും സുരക്ഷിതമായിട്ട് അതിനകത്ത് തിങ്ങി നിറഞ്ഞ് പാർത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആ കൈകടത്തലില്ലാതെ ആകുന്നതോടുകൂടി അത് നമ്മൾ കോവിഡ് സമയത്തും കണ്ടിരുന്നു. മനുഷ്യർ മുഴുവൻ അവർ വീടണിഞ്ഞ സമയത്ത് പുറത്ത് അത്രയും കാലം ഇല്ലാത്ത നിരവധി ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ആ പ്രകൃതിയെല്ലാം ഒരു റീസെറ്റ് ബട്ടൺ നെക്കിയതുപോലെ നിരവധി പ്രകൃതിയുടെ തനതായിട്ടുള്ള ആ സ്വരൂപത്തിലേക്ക് മടങ്ങി വരുന്നത് ആ സമയത്ത് പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ പല സമയത്തും മനുഷ്യൻ്റെ ഈ രൂപത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപെടലുകളാണ് ആ പ്രകൃതിയുടെ ആ ഒരു ബാലൻസ് തെറ്റിക്കുന്നത്. ഇനി നമ്മുടെ ആ വിഷയത്തിലേക്ക്, നമ്മൾ കടലിനെ സംബന്ധിച്ചാണ് ഈ ഒരു ഭാഗത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ആ കടലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയ പോലെ ഭൂമിയുടെ 70% ജലമാണ്. അതിൽ 97% ജലമുള്ളത് ഈ 5 സമുദ്രങ്ങളിലായിട്ടാണ്. ആ 5 സമുദ്രങ്ങൾ നമ്മൾ പഠിച്ചതാണ്: പസഫിക്, അന്റാർട്ടിക്, ഇന്ത്യൻ, സദേൺ ആൻഡ് ആർട്ടിക് ഓഷ്യൻസ്. പൈസ എന്ന് ഓർത്താൽ മതി ഷോർട്ട് കട്ടായിട്ട്. അവിടെ ജലം മാത്രമല്ല, ഭൂമിയിലെ പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യം മുഴുവൻ 94%-ഓളം ആ വൈൽഡ് ലൈഫ് ഉള്ളത് കടലിലാണ്. ആ കടൽ നമ്മൾ മനസ്സിലാക്കിയത് വെറും ആ കടലിൻ്റെ 5% മാത്രമാണ്. അതായത് നമ്മൾ പറയാറുള്ള പോലെ ഒരു തുള്ളി മാത്രമാണ് അറിയാനുള്ളത് ഒരു സമുദ്രത്തോളം, ആ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ഒരു വിരോധാഭാസമായിട്ട് അവർ പറയുന്നത്, നമ്മൾ നമ്മുടെ ഉപരിലോകത്തെ മനസ്സിലാക്കിയ അത്ര പോലും നമ്മുടെ കൺമുമ്പിലുള്ള ആ സമുദ്രത്തെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വെറും 5%, ബാക്കി മുഴുവൻ മിസ്റ്ററിയാണ്. ഓരോ വർഷവും പുതിയ ജീവിവർഗങ്ങളെയെല്ലാം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉപരിലോകത്തെ സംബന്ധിച്ച് 17ഓളം വ്യത്യസ്ത അപ്പോളോ മിഷനിലായിട്ട് 12ഓളം ആസ്ട്രോനട്സ്, ബഹിരാകാശ യാത്രികർ, അവർ 300ഓളം മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ കടലിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ആ പോയിന്റിൽ 3 ആളുകൾക്കാണ് പോകാൻ സാധിച്ചത്. അവർ കേവലം 3 മണിക്കൂർ മാത്രമാണ് അവിടെ ചെലവഴിക്കാൻ സാധിച്ചത്. ഇപ്പോൾ ഉപരിലോകത്തുള്ള ആ പര്യവേഷണങ്ങൾ, ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്തുള്ള നക്ഷത്രങ്ങളെ സംബന്ധിച്ചും ബ്ലാക്ക് ഹോളുകളെ സംബന്ധിച്ചെല്ലാം അതിൻ്റെ തെളിഞ്ഞ ചിത്രങ്ങൾ നമ്മുടെ ടെലസ്കോപ്പുകൾ, ഹബിളും വെബെല്ലാം വഴി നമുക്ക് പകർത്താനും സാധിച്ചിട്ടുണ്ട്. അതേസമയം കടലിനെ സംബന്ധിച്ച്, കടലിൻ്റെ അടിത്തട്ടിനെ സംബന്ധിച്ച് ഇന്നും വലിയൊരു ശതമാനം നമ്മൾ അജ്ഞരാണ്. അപ്പോൾ അവിടെ ചേർത്ത് വായിക്കേണ്ടത് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പലതിനെയും അവനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കടലാകുന്ന വലിയ അനുഗ്രഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന സൂറത്ത് റഹ്മാനിൽ മറജൽ ബഹ്റൈനി യൽതഖിയാൻ, അള്ളാഹു ആ സമുദ്രമാകുന്ന അനുഗ്രഹത്തെ, അതിൽ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഖുർആൻ്റെ പല ഭാഗത്തും. വസഖറ ലക്കും മാ ഫിൽ ബഹർ, നിങ്ങൾക്ക് ആ കടലിനെ നിങ്ങൾക്ക് ഞാൻ വിധേയമാക്കി തന്നു.
അതല്ലെങ്കിൽ സൂറത്ത് നഹ്ലിൻ്റെ 14-ാമത്തെ വചനത്തിൽ വഹുവല്ലദീ സഖറൽ ബഹറ ലിതഅകുലു മിൻഹു ലഹ്മൻ ത്വരിയ, അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഫ്രഷായിട്ടുള്ള ആ മാംസം അത് ഭക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ആ കടൽ ആ സമുദ്രജീവികളെ നൽകിയതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു. അതേപോലെ തന്നെ സൂറത്ത് ജാദിയയുടെ 12-ാമത്തെ വചനത്തിൽ അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹറ ലിതജ്രിയൽ ഫുൽക്ക്, ആ സമുദ്രത്തിലൂടെ ആ കപ്പൽ സഞ്ചരിക്കുന്ന രൂപത്തിൽ ആ സമുദ്രത്തെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. വീണ്ടും സൂറത്ത് ഷൂറാന്റെ 32-ാമത്തെ വചനത്തിൽ വമിൻ ആയാതിഹിൽ ജവാരി ഫിൽ ബഹരി കൽ അലാം, സമുദ്രത്തിൽ വലിയ മലകളെപ്പോലെ കാണപ്പെടുന്ന കപ്പലുകൾ അത് അള്ളാഹിൻ്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അത്തരത്തിൽ ഭീമാകാരായിട്ടുള്ള കപ്പലുകളെല്ലാം അത് വ്യാപകമാകുന്നത് പിൻകാലഘട്ടത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ കടലിന് അങ്ങേയറ്റം ഭയപ്പെട്ട ആളുകളായിരുന്നു. ഏതായിരുന്നാലും ആ കപ്പലാകുന്ന ആ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് ഖുർആൻ്റെ പല ഭാഗത്തും പറയുന്നുണ്ട്. അത് എത്രത്തോളം നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അടുത്ത കാലത്തെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോൾ ലോക വ്യാപാരത്തിൻ്റെ 90% കടൽ മാർഗ്ഗമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ പല ആളുകൾ ഓർക്കുന്നുണ്ടാവും, 1-2 വർഷം മുമ്പ് ആ സൂയസ് കനാലിൽ ഒരു കപ്പൽ കുടുങ്ങി. അത് കാരണം ആ കപ്പൽ ഗതാഗതം സ്തംഭിച്ചതോടുകൂടെ അത് ആഗോള വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടാക്കി എന്നുള്ളതാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, എണ്ണ പോലെയുള്ള പലതിനും അന്ന് വില കുതിച്ചുയർന്നു. ഓരോ ദിവസവും പെർ ഡേ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടം അത് ആഗോള വ്യാപാരത്തിൽ അത് ഉണ്ടാക്കി എന്നുള്ളതാണ് കണക്കാക്കുന്നത്. പത്രത്തോളം നമ്മുടെ ഗ്ലോബൽ ട്രേഡിന് പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് കപ്പലിനെയാണ്. അപ്പം അത് നിങ്ങൾക്ക് വിധേയമാക്കി തന്നു, അല്ലെങ്കിൽ അത് വലിയ അനുഗ്രഹമായിട്ട് പല സ്ഥലത്തും എടുത്തു പറയുന്നുണ്ട്. കടലിൻ്റെ പ്രാധാന്യം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഇപ്പോൾ ഭൂമിയുടെ ലങ്സായിട്ട് ആമസോണിനെല്ലാം നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട 70% ഓക്സിജൻ നിർമ്മിക്കുന്നത് കടലാണ്. കടലിലുള്ള ഒരു ചെറിയ സൂക്ഷ്മ സസ്യങ്ങൾ, അതിൻ്റെ ഉപരിതലത്തിലുള്ള ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നുള്ള ഒരു തരം പ്ലവകങ്ങൾ, ആ സസ്യങ്ങൾ, അവരാണ് പ്രകാശ സംശ്ലേഷണം, ആ ഫോട്ടോസിന്തസിസ് വഴി വലിയൊരു ശതമാനം ഭൂമിക്ക് വേണ്ട ഓക്സിജൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുടനീളമുള്ള അതിൻ്റെ ആ ഒരു സാന്നിധ്യം അത് സ്പേസിൽ നിന്ന് പോലും ദൃശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ആ കടലിലുള്ള ഭക്ഷ്യശൃംഖലയുടെ അല്ലെങ്കിൽ ആ ഫുഡ് ചെയിൻ്റെ ബേസായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നുള്ള ആ ഒരു സസ്യങ്ങളാണ്. അത് നിരവധി മത്സ്യങ്ങൾക്കെല്ലാം ഭക്ഷണമാകുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അനധികൃതമായിട്ടുള്ള കൈകടത്തൽ മൂലം കഴിഞ്ഞ ഒരല്പം വർഷങ്ങളിലായിട്ട് 40% അതിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ കുറവ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ കാർബൺ ഡയോക്സൈഡിൻ്റെ ആഗിരണം അത് കുറയും. അതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ താപം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഒന്നാമതായിട്ട് ഭൂമിയിലേക്ക് വേണ്ട വലിയൊരു ശതമാനം 70% ഓക്സിജൻ നിർമ്മിക്കുന്നത് കടലാണ്. അതേപോലെ കടലുകൾ ഉള്ളതുകൊണ്ടാണ് ഭൂമിയുടെ കാലാവസ്ഥ വളരെ സ്മൂത്തായിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്ന ഹീറ്റ് റെഗുലേറ്ററായിട്ട് സമുദ്രം പ്രവർത്തിക്കുന്നുണ്ട്. പകൽ സമയത്ത് ആ സൂര്യൻ്റെ ചൂട് ആഗിരണം ചെയ്ത് കൊടും ചൂട് വരാതെ ആ രൂപത്തിൽ അതിനെ നിലനിർത്തും. അതേസമയം രാത്രിയാകുന്ന സമയത്ത് അതീവ ശൈത്യത്തിലേക്ക് പോകാതെ ഒരല്പം ആഗിരണം ചെയ്ത് ആ ചൂട് പുറത്തേക്ക് വിട്ട് കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് നിലനിർത്തുന്നത് സമുദ്രങ്ങളാണ്. അതേപോലെ തന്നെ നമ്മുടെ മഴയുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ സൈക്കിൾ, അതിൽ കടലിൻ്റെ റോള് ഞാൻ പറയേണ്ടതില്ല. അതേപോലെ തന്നെ അതിലുള്ള ജീവവൈവിധ്യങ്ങൾ, അത് മനുഷ്യന് ഭക്ഷണമാകുന്ന അത്തരത്തിൽ നിരവധി പ്രധാനപ്പെട്ട റോളുകളാണ് സമുദ്രം ഇവിടെ നിർവഹിക്കുന്നത്. ഇനി കടലിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ 18ഉം 19ഉം നൂറ്റാണ്ടുകളിലെല്ലാം ആ കടലിൻ്റെ ഉപരിതലത്തിൽ മാത്രമാണ് ജീവൻ്റെ സാന്നിധ്യമുള്ളത്, ആ രൂപത്തിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. ഇപ്പോൾ അബിസ് തിയറി അല്ലെങ്കിൽ അസോയിക് ഹൈപ്പോത്തിസിസ് എന്നുള്ള ഒരു സിദ്ധാന്തം തന്നെ കാണാൻ സാധിക്കും. അതായത് താഴേക്ക് പോകും തോറും ആ ജീവികളുടെ എണ്ണം കുറയും, 10-500 മീറ്റർ ആകുന്നതോടുകൂടെ പിന്നീട് യാതൊന്നുമില്ല, ആ രൂപത്തിലായിരുന്നു സങ്കല്പിച്ചിരുന്നത്. പിന്നീട് മനുഷ്യൻ ആ കടലിൻ്റെ ആഴമറിയാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. 1870 HMS ചാലഞ്ചർ എന്നുള്ള ഒരു ബ്രിട്ടീഷ് സർവേ കപ്പൽ, അവർ ഒരു ഭാരമുള്ള വസ്തു കെട്ടി കയറ് താഴേക്കിറക്കി ആഴമറിയാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവരെ ഞെട്ടിച്ചുകൊണ്ട് പസഫിക് ഓഷനിൽ ഏകദേശം 8 കിലോമീറ്ററോളം ആ കയറ് താഴ്ന്നു എന്നുള്ളത്. അതാണ് പിന്നീട് നമ്മൾ ആ മറിയാന ട്രഞ്ച് എന്നുള്ള ഒരു കിടങ്ങ്, ആ കിടങ്ങെന്ന് പറയുമ്പോൾ 2000 കിലോമീറ്റർ നീളവും 70 കിലോമീറ്റർ വീതിയിലുള്ള ഒരു വലിയ ട്രഞ്ചാണ്. ആ കിടങ്ങിനകത്തുള്ള ഒരു ഭാഗം ചാലഞ്ചർ ഡീപ്പ് എന്നുള്ള ഒരു പോയിന്റ്, അതാണ് ഇന്ന് നമ്മൾ അറിഞ്ഞിടത്തോളം ഭൂമിയിൽ ഏറ്റവും ആഴമേറിയിട്ടുള്ള ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്നുള്ളത് ആ ചാലഞ്ചർ ഡീപ്പാണ്. ആ കപ്പലിൻ്റെ പേര് തന്നെയാണ് ആ ഒരു പ്രദേശത്തിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 11 കിലോമീറ്ററോളം താഴ്ചയിലാണ് ആ ഒരു പ്രദേശം ഉള്ളത്. എന്നുവെച്ചാൽ അതിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പം അത്രയും ആഴമേറിയതാണ് കടലെന്ന് തിരിച്ചറിയുന്നതോടുകൂടെ പിന്നീട് അതിനെ അടുത്തറിയാനുള്ള ശ്രമങ്ങൾ മനുഷ്യർ ആരംഭിക്കുകയാണ്. അപ്പം അത് നമ്മൾ നോക്കിയ സമയത്ത് അതിനെ വ്യത്യസ്ത സോണുകളാക്കി വ്യത്യസ്ത ലെയറുകളാക്കി നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് മുകളിലും അങ്ങനെ തന്നെ. അപ്പോൾ അന്തരീക്ഷം നമ്മൾ ഇപ്പോൾ മിസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇത്തരത്തിൽ വ്യത്യസ്ത ലെയറുകളുണ്ട്. അതേ രൂപത്തിൽ താഴേക്കും കടലിനെ വ്യത്യസ്ത സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. അവിടെയുള്ള പ്രകാശത്തിൻ്റെ ലഭ്യതയും മർദ്ദവും അതേപോലെ തന്നെ ആ ജീവികളുടെ സാന്നിധ്യം എല്ലാം വെച്ച് ആ രൂപത്തിലാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ
ഏറ്റവും മുകളിൽ വരുന്ന ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് ആ സൺലൈറ്റ് സോണാണ്. അതായത് സൂര്യപ്രകാശം എത്തുന്ന ആ ഒരു മേഖല, എപ്പിഫിലാജിക് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അത് ഉപരിതലത്തിൽ നിന്നും 200 മീറ്റർ വരെയുള്ള ആ ഒരു ആഴമാണ്. അപ്പം അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഒരു 90% മറൈൻ ലൈഫ്, കടൽ ജീവികൾ ആ ഒരു ഭാഗത്താണുള്ളത്. കാരണം നമുക്കറിയാം സൂര്യപ്രകാശം അവിടെയാണുള്ളത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഓക്സിജനെല്ലാം നിർമ്മിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള പ്ലവകങ്ങളെല്ലാം ആ ഒരു ഉപരിതലത്തിലാണ്. അപ്പം ജീവന് വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവിടെ ഉള്ളത് കാരണം 90% ആ കടൽ ജീവികളെല്ലാം ജീവിക്കുന്നത് ഈ ഒരു മേഖലയിലാണ്. പിന്നീട് നമ്മൾ താഴേക്ക് പോകും തോറും ആ സൂര്യപ്രകാശത്തിലുള്ള 7 വർണ്ണങ്ങൾ, ആ വിബ്ജിയോർ, അതിൽ ആദ്യം ഏറ്റവും തരംഗദൈർഘ്യം കൂടിയിട്ടുള്ള റെഡ്, ആ ചുവപ്പ് അതിനെ ജലം ആഗിരണം ചെയ്യും. അതോടുകൂടി ആ ചുവപ്പ് ആ സ്പെക്ട്രത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാണ്. ആ ഒരു മേഖലയിൽ ആ ചുവപ്പ് നിറം കാണാൻ സാധ്യമല്ല. അപ്പം അവിടെ നമ്മൾ കൈമുറിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് നീല നിറത്തിലായിരിക്കും കാണുക. പിന്നീട് വീണ്ടും താഴേക്ക് പോകുന്ന സമയത്ത് ഓരോ കളറുകളായിട്ട് അപ്രത്യക്ഷമായിട്ട് അവസാനം ആ സ്പെക്ട്രത്തിൽ ആ വയലറ്റ് നിറം കൂടെ അപ്രത്യക്ഷമാകുന്നതോടുകൂടെ പിന്നീട് ആ ഡാർക്ക്നെസ്, ആ ഇരുട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽ അടുത്ത മേഖലയിലേക്ക്, അടുത്ത സോണിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 200 മീറ്റർ മുതൽ 1000 മീറ്റർ, 1 കിലോമീറ്റർ വരെയുള്ള ഒരു ഭാഗം, അത് ട്വൈലൈറ്റ് സോൺ അല്ലെങ്കിൽ മിസോഫിലാജിക് സോൺ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പം അവിടെ വളരെ നേരിയ പ്രകാശം മാത്രമാണുള്ളത്. അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് ഇരുട്ടാണ്. ഏകദേശം 500 മീറ്റർ എത്തുന്ന സമയത്ത് തന്നെ ആ പൂർണ്ണമായിട്ടുള്ള ഇരുട്ടിലേക്ക്, ആ ദുലുമാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെയുള്ള ജീവികൾ അതിജീവനത്തിന് വേണ്ടി ആ ബയോലൂമിനിസൻസ്, അവർ സ്വയം പ്രകാശം പുറത്തുവിടുന്ന, അപ്പോൾ നമ്മൾ മിന്നാമിനിങ് പോലെയുള്ള ആ ഒരു പ്രതിഭാസമാണ് പ്രധാനമായിട്ട് അവിടെയുള്ള ജീവികളുടെ സവിശേഷത. അപ്പോൾ അവിടെ ജീവിക്കുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇര തേടാനും ഇണയെ ആകർഷിക്കാനും ആശയവിനിമയത്തിനെല്ലാം ആ പ്രകാശം അനിവാര്യമാണ്. ആ കൂരിരുട്ടിൽ പ്രകാശമില്ലാതെ അവിടെ അതിജീവനം സാധ്യമല്ല എന്നുള്ളതാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പ്രകാശം എന്നുള്ള പേരിലുള്ള ഒരു അധ്യായം, 24-ാമത്തെ അധ്യായം സൂറത്തു നൂർ, അതിൽ ആഴക്കടലിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് 40-ാമത്തെ വചനത്തിൽ ളുലുമാത്തും ബഅ്ദുഹാ ഫൗഖ ബഅദ്, അള്ളാഹു പറയുന്നുണ്ട് ഇരുട്ടിന് മീതെ ഇരുട്ട്. പിന്നീട് നമ്മൾ താഴേക്ക് പോകുന്തോറും ഓരോ സോണുകളിലും കൂരാക്കൂരിരുട്ടാണ്, അബ്സല്യൂട്ട് ഡാർക്ക്നെസ് എല്ലാം പറയുന്നത് പോലെ. അപ്പോൾ അവിടെയുള്ള ജീവികൾക്ക് അതിജീവനത്തിന് ആ പ്രകാശം അനിവാര്യമാണ്. അപ്പോൾ ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും ആ ജീവികൾക്ക് അതിജീവനത്തിന് വേണ്ട പ്രകൃതം നൽകുകയും, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ച സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മനോഹരമായിട്ടുള്ള മറുപടി സൂറത്തു ത്വാഹയിൽ, എൻ്റെ രക്ഷിതാവ് എല്ലാം സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെ ആ ഒരു പ്രകൃതം നൽകുകയും ചെയ്തവനാണ്. അപ്പോൾ അവിടെ അതിജീവനത്തിന് പ്രകാശം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആഴക്കടലിനെ സംബന്ധിച്ച് പറയുന്ന ആയത്തിൻ്റെ അവസാനം, വമൻ ലൻ യജഅലില്ലാഹു ലഹു നൂറുൻ ഫമാ ലഹു മിൻ നൂർ, അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് പ്രകാശമില്ല. അത് ഭൗതികമായിട്ട് ചിന്തിച്ചാലും ആത്മീയമായിട്ട് ചിന്തിച്ചാലും ആ ആയത്ത് വളരെ ആഴത്തിലുള്ളതാണ്. ഓരോ ജീവികൾക്കും അവിടെ അതിജീവനത്തിന് വേണ്ട പ്രകൃതം നൽകി. അത് ഹിദായത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ നാച്ചുറൽ സ്റ്റേറ്റ് എന്നുള്ളത്, ഡീഫോൾട്ട് സ്റ്റേറ്റ് എന്നുള്ളത് ഇരുട്ടാണ്. നേരത്തെ നമ്മൾ സൂറത്ത് മുൽക്കിൻ്റെ തഫ്സീറിൽ ആ ഡീഫോൾട്ടിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ആ സൂര്യപ്രകാശം, കാരണം സൂര്യപ്രകാശം എത്തുന്നത് വളരെ കുറച്ച് മേഖലയിൽ മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഭൂമിയുടെ 70% കടലാണ്. ആ കടലിൻ്റെ 200 മീറ്റർ മാത്രമാണ് പ്രകാശം എത്തുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഭൂമിയിൽ ഉടനീളം ഇരുട്ട് മാത്രമാണ്. അവിടെ ആ സൂര്യപ്രകാശം ഉള്ളത് വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ്. അപ്പം അത് കടലിൽ മാത്രമല്ല, ഉപരിലോകത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്തും 95% ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ ആണെന്നല്ല അവർ പറയാറുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിലുടനീളം ഇരുട്ടാണ്. ആ പ്രകാശം നൽകുന്ന സ്ഥലത്ത് മാത്രമാണ് ആ പ്രകാശമുള്ളത്. നമ്മൾ ആ പ്രകാശമുള്ള സ്ഥലത്തെ മാത്രമാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ അൻആമിൻ്റെ 1-ാമത്തെ വചനത്തിലും അൽഹംദുലില്ലാഹില്ലദീ ഖലഖ സമാവാതി വൽ അർള വജഅല ദുലുമാതി വന്നൂർ, അള്ളാഹു പറയുന്നുണ്ട് ഇരുട്ടുകളെയും ആ വെളിച്ചത്തെയും. അവിടെയും ഇരുട്ടിനെയാണ് ആദ്യം പറയുന്നത്, അതും ബഹുവചന രൂപത്തിലാണ്, ആ ദുലുമാത്ത്. അത് നമ്മൾ ആത്മീയമായിട്ട് ചിന്തിക്കുന്ന സമയത്തും ആ ഇരുട്ടുകളുടെ വഴികൾ ധാരാളമാണ്. അതേസമയം ഹിദായത്തിൻ്റെ വഴി, ആ സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ഒന്ന് മാത്രമാണ്. വീണ്ടും സൂറത്തുൽ ബഖറയിൽ യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ, അവിടെയും അതേ രൂപത്തിൽ അള്ളാഹു സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രകാശാകുന്ന അനുഗ്രഹം അത് നമുക്കും മറ്റുള്ള ജീവികൾക്കെല്ലാം സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല സ്ഥലത്തും ആ സൂര്യനെയും അതേപോലെ തന്നെ പകലിനെയെല്ലാം നൽകിയ അനുഗ്രഹത്തെ എടുത്തു പറയുന്നുണ്ട്. സൂറത്ത് യാസീൻ്റെ 37-ാമത്തെ വചനത്തിൽ ആയത്തുല്ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു നഹാർ ഫഇദാഹും മുദ്ലിമൂൻ, അള്ളാഹു പ്രത്യേകമായിട്ട് അനുഗ്രഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭൗതികമായിട്ട് ചിന്തിച്ചാലും ആത്മീയമായിട്ട് ചിന്തിച്ചാലും ഇപ്പോൾ ഹിദായത്തിന് അള്ളാഹു പല സ്ഥലത്തും ആ നൂറ്, ആ പ്രകാശം എന്നുള്ള ആ ഒരു പദം കൊണ്ട് ദുലുമാതി ഇലൻ നൂർ അതിനെ വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെയായാലും ആ ഒരു പ്രകാശം അത് അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്കും നൽകാൻ സാധ്യമല്ല എന്നുള്ളത്. അള്ളാഹു നൂറു സമാവാതി വൽ അർള്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ചേർത്ത് വായിക്കേണ്ടത് സൂറത്തുൽ ഖസസിൻ്റെ 71-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്,
മൻ ഇലാഹും യഅ്തീകും ബിദ്ദിയാ അഫലാ തസ്മഊൻ. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഇരുട്ടിലായിരുന്നെങ്കിൽ അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് ആ പ്രകാശം കൊണ്ടുവന്ന് തരിക? വല്ലാത്തൊരു ചോദ്യം അള്ളാഹു അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയത്ത് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ സോണായിട്ടുള്ള ട്വൈലൈറ്റ് സോണിനെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെയുള്ള ജീവികൾക്ക് കൂരിരുട്ടിൽ അതിജീവനത്തിന് പ്രകാശം അനിവാര്യമാണെന്ന് പറഞ്ഞു. അപ്പം അത്തരം മേഖലകളിൽ ജീവിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ ഭാവനകൾക്കെല്ലാം അതീതമായിട്ടുള്ള ചില ജീവികൾ ഇത്തരം ഡോക്യുമെൻ്ററികൾ അവർ കാണിക്കുന്നുണ്ട്. അത് അൽ ഖാലിഖ് അല്ലെങ്കിൽ അൽ മുസവ്വിർ, ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അതെല്ലാം മനസ്സ് തുറന്ന് നമ്മൾ പറയുന്ന രൂപത്തിലാണ് അവിടെയുള്ള ആ ജീവികളുടെ രൂപവും ഭാവവും എല്ലാം. അപ്പം അതിൽ ആ മേഖലയിൽ ജീവിക്കുന്ന ചില ജീവികൾ, അപൂർവം ജീവികൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും, ഇത് ബ്ലഡ് ബെല്ലി കോം ജെല്ലി എന്നുള്ള ഒരു ജെല്ലി ഫിഷാണ്. അത്യാകർഷകമായിട്ടുള്ള ചുമപ്പ് നിറത്തിൽ, അതിനേക്കാൾ മനോഹരമായിട്ടുള്ള കാര്യം അതിൻ്റെ ആ ശരീരത്തിലുടനീളം മഴവില്ല് പോലെ ആ പ്രകാശം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂവിങ് റെയിൻബോ പോലെ അതിങ്ങനെ വെള്ളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പുറമേക്കുള്ള സൗന്ദര്യം പോലെ തന്നെ അതിൻ്റെ കൗതുകകരമായിട്ടുള്ള ഇരപിടിക്കുന്ന രീതിയും അവർ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ നീളമുള്ളൊരു കൊമ്പ്, ഒരു ടെൻഡക്കിൾ ശത്രുവിൻ്റെ നേരെ എറിയാണ്. ശേഷം എറിയുന്ന ആ കാലിലുള്ള ഒരു കോളോബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പശമയമുള്ള ഒരു ഭാഗമുണ്ട്, അതിൽ ഇര ഒട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്പൈഡർ അല്ലെങ്കിൽ ഓന്തെല്ലാം നാവ് നീട്ടി ഇര പിടിക്കുന്നത് പോലെയാണ് വെള്ളത്തിൽ അത് ഇര തേടുന്നത്. അപ്പോൾ അത് വെള്ളത്തിൽ എങ്ങനെയാണ് ഇര ഒട്ടിപ്പിടിപ്പിക്കുക എന്നല്ല നമ്മുടെ കൊച്ചുബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രകൃതം ഇപ്പോൾ ഓർക്കുന്നത് ഒരല്പം മുമ്പ് നീലത്തിമീങ്കലത്തെ സംബന്ധിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി കണ്ട സമയത്ത് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അപ്പോൾ കടലിലെ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായിട്ട് അറിയപ്പെടുന്ന ആ നീലത്തിമീങ്കല, അത് സസ്തനികൾ, മാമൽസാണ്. അപ്പോൾ അവർ പ്രസവിച്ച് മുലയൂട്ടുന്ന സമയത്ത് നീലത്തിമീങ്കലത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ മനുഷ്യരെ അല്ലെങ്കിൽ മറ്റുള്ള സസ്തനികളെ പോലെ അവരുടെ ആ മുലകൾ പുറത്തേക്കല്ല, അത് അകത്തേക്ക് ഉൾവലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സാധാരണ പോലെ കുഞ്ഞുങ്ങൾ ആ തള്ളയുടെ മുല വലിച്ചു കുടിക്കുന്ന സക്ക എന്ന രൂപത്തിലല്ല, മറിച്ച് തിമിംഗലത്തിൻ്റെ കാര്യത്തിൽ ആ കുഞ്ഞുങ്ങൾ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ തള്ള തിമിംഗലം കുഞ്ഞിൻ്റെ വായിലേക്ക് ആ പാല് ശക്തമായിട്ട് ചീറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, ആ പാല് വെള്ളത്തിൽ കലർന്നു പോകില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ഇല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയേറെ കൊഴുപ്പിൻ്റെ കണ്ടൻറ്റ്, ഫാറ്റ് കണ്ടൻറ്റ് ആ പാലിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന പശുവും പാലിലെല്ലാം 3 അല്ലെങ്കിൽ 5% മാത്രമാണ് ഫാറ്റ് ഉള്ളത്. അതേസമയം തിമിംഗലത്തിൻ്റെ പാലിൽ അത് 50%-ലധികം കൊഴുപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാല് വെള്ളത്തിൽ കലരാതെ കൃത്യമായിട്ട് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് മാത്രമായിട്ട് എത്തുകയാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയും ഫാറ്റ്, ഇത്രയും കൊഴുപ്പുള്ള ആ പാല് കുടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്കറിയാം, അത് വലിയ വളർച്ച വേണ്ടതുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ ജീവിയായിട്ട് മാറാനുള്ളതാണ്. ഓരോ ദിവസവും 90 കിലോഗ്രാം ഭാരം കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു തിമിംഗലത്തിൻ്റെ നാവ് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആനയുടെ അത്ര വലുപ്പം ഉണ്ടാകുന്നില്ല, അത്രയും ഭീമാകാരമായിട്ടുള്ള സൈസിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് തന്നെ ഇത്രയും ആ കൊഴുപ്പുള്ള പാൽ അതിന് അനിവാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ ജീവികൾക്കും അതിന് അനുകൂലമായിട്ടുള്ള പ്രകൃതം സൃഷ്ടിപ്പിൽ തന്നെ നൽകി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ തിമിംഗലത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അതിപ്രധാനമായിട്ടുള്ള റോൾ അത് നിർവഹിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ സംസാരിക്കും. പിന്നീട് ആ മേഖലയിൽ ആ ട്വൈലൈറ്റ് സോണിൽ ജീവിക്കുന്ന മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്നത് സിഫോണോഫോറുകൾ എന്നറിയപ്പെടുന്ന ഒരു ജീവി വർഗത്തെയാണ്. അത്യാകർഷകമായിട്ടുള്ള, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും, ഒരു വലിയ പൂങ്കുല പോലെ, ഒരു വിശുക്കുന്ന പോലെ അതിങ്ങനെ പ്രകാശവും പുറത്തുവിട്ട് ആ രൂപത്തിൽ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റ കാഴ്ചയിൽ ഇപ്പോൾ നമ്മളൊരു വലിയ ബിൽഡിങ് ഒന്നായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അതിനകത്ത് നിരവധി ആളുകൾ ജോലി ചെയ്യുന്നത് പോലെ യഥാർത്ഥത്തിൽ ഇത് ഒരു ജീവിയല്ല, മറിച്ച് നിരവധി സൂക്ഷ്മജീവികളുടെ ചലിക്കുന്ന ഒരു കോളനിയാണ്. ഇപ്പോൾ പവിഴപ്പിറ്റെല്ലാം പോലെ അത് ചിലതിൻ്റെ വലിപ്പം അവർ പറയുന്നത് 50 മീറ്റർ വരെ വലിപ്പം വരുമെന്നുള്ളതാണ്. അതായത് ഒരർത്ഥത്തിൽ നീലത്തിമീങ്കലത്തേക്കാൾ വലിപ്പം, നീലത്തിമീങ്കലം 30 മീറ്ററാണ്. അതായത് ഏറ്റവും നീളമുള്ള ജീവികളുടെ പട്ടികയിൽ വരുന്ന ഒരു ജീവിയാണിത്. ഈ സിഫോണോഫോറുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു കോളനി, അതും ആ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മേഖലയിൽ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി സുതാര്യമായിട്ടുള്ള ശരീരമുള്ള, ഗ്ലാസ് പോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ശരീരമുള്ള നിരവധി ജീവികൾ. ഇപ്പോൾ ഗ്ലാസ് ഒക്ടോപ്പസ്, ഗ്ലാസ് സമാനമായിട്ടുള്ള നീരാളി, ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട് മനോഹരമായിട്ടുള്ള ആ ഒരു രൂപം. അതല്ലെങ്കിൽ വെള്ളത്തിലൊരു പ്രകാശിക്കുന്ന മേഘം പോലെ ഒഴുകി നടക്കുന്ന നീണ്ട പൈറോസോമുകൾ, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതല്ലാതെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് അതേ മേഖലയിൽ ആ ട്വൈലൈറ്റ് സോണിൽ 1700 മീറ്റർ താഴെയായിട്ട് കാണുന്ന ഒരു അത്ഭുത ജീവിയാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ബാരലായി മത്സ്യങ്ങൾ. അത് അത്ഭുതമാണ്. അതിൻ്റെ ആ തലഭാഗം മാത്രമാണ് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഗ്ലാസ് പോലെയുള്ളത്. അതിനേക്കാൾ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഏതൊരാളും ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം കരുതും അതിൻ്റെ മുൻഭാഗത്ത് ആ മൂക്കിനോട് സമീപത്തുള്ളതാണ് അതിൻ്റെ കണ്ണുകളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, ആഴക്കടലിലുള്ള പല ജീവികളും നമ്മുടെ ഭാവനകൾക്കെല്ലാം അതീതമാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ആ തലക്കകത്തുള്ള 2 പച്ച ബോളുകൾ, അതാണ് യഥാർത്ഥത്തിൽ ആ ജീവിയുടെ കണ്ണുകൾ.
അപ്പോൾ നമ്മൾ കരുതും അതിന് മുകളിലേക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് കരുതും. യഥാർത്ഥത്തിൽ ആ രൂപത്തിലല്ല. അതിനെ സംബന്ധിച്ച് അവർ പഠിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൻ്റെ കണ്ണ് അതിനകത്താണെങ്കിലും അത് ഏതൊരു ഭാഗത്തേക്കും തിരിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ ആ 360 വിഷനാണ്. അപ്പോൾ ഓന്തിൻ്റെ കണ്ണെല്ലാം പോലെ ഏതൊരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് അതിൻ്റെ കണ്ണ് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ശത്രുവിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആഗമനം നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു 360 പെരിസ്കോപ്പ് എല്ലാം ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അന്തർവാഹിനി, ഒരു സബ്മറൈൻ ടെക്നോളജിയാണ് ഈ ഒരു സൂക്ഷ്മജീവിക്കകത്തുള്ളത് എന്നാണ് ഒരു ഡോക്യുമെൻ്ററിയിൽ അവർ സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മറ്റൊന്ന് ഈ മേഖലയിൽ കാണാൻ സാധിക്കുന്നത് ഓർ ഫിഷുകളാണ്. OAR ഓർ മത്സ്യങ്ങൾ. ഇപ്പോൾ പോളിഷ് ചെയ്ത് മിനുക്കിയ സ്റ്റീൽ പോലെ അല്ലെങ്കിൽ സിൽവർ പോലെയുള്ള ശരീരം, പാമ്പ് പോലെ നീണ്ട ഏകദേശം 11 മീറ്റർ വരെ വലുപ്പത്തിൽ ഈ മത്സ്യത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ചലിക്കുന്നത് മനോഹരമാണ്. പൊതുവേ ഹൊറിസോണ്ടലായിട്ടുള്ള, മറിച്ച് കുത്തനെ വെർട്ടിക്കലായിട്ടാണ് അത് സഞ്ചരിക്കുന്നത്. അതും ബയോലൂമിനിസൻസ്, ആ പ്രകാശം പുറത്തുവിടാനുള്ള കഴിവുണ്ട്. ഈ ഒരു മത്സ്യത്തിൻ്റെ അസാധാരണമായിട്ടുള്ള അതിൻ്റെ രൂപവും വലുപ്പമെല്ലാം കാരണം കടലുമായിട്ട് ബന്ധപ്പെട്ട നിരവധി എപ്പിക് ഫോക്ലോറുകൾ, നിരവധി നാടോടി കഥകളിലെല്ലാം ഇതിനെ ഡ്രാഗണായിട്ട്, വ്യാളിയായിട്ടെല്ലാം ചിത്രീകരിച്ച് നിരവധി അന്ധവിശ്വാസങ്ങൾ ഈ ഒരു മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട് എന്നുള്ളത്. അപ്പോൾ ജപ്പാനിലെല്ലാം ഈ ഒരു മത്സ്യം കരക്കടിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ദുസൂചനയായിട്ട്, ഒരു വരാനുള്ളൊരു സുനാമി അല്ലെങ്കിൽ ഭൂമികുലുക്കത്തിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടെല്ലാം അവർ ഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ യാതൊരു വാസ്തവവും ഇല്ലെങ്കിലും ആഴക്കടലിൽ മാത്രം കണ്ടുവരുന്ന ഇത്തരം ജീവികൾ അടുത്ത കാലത്തായിട്ട് പലതും കരക്കടിയുന്നതായിട്ടും കരയിൽ ജീവനോടെ തന്നെ പ്രത്യക്ഷപ്പെടുന്നതായിട്ടെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു മോശം സൂചനയായിട്ടാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാർ സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ നമ്മൾ ആ രണ്ടാമത്തെ സോണായിട്ടുള്ള ട്വൈലൈറ്റ് സോണിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിചിത്ര ജീവികൾക്ക് പുറമേ ആ മേഖലയിൽ കഠിനമായിട്ടുള്ള പ്രഷർ കൂടെയാണ്. അപ്പോൾ മുകളിൽ നിന്നും ഓരോ 10 മീറ്റർ കഴിയുന്ന സമയത്തും ഒരു ബാറ് പ്രഷർ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു 1000 മീറ്ററിലേക്കെല്ലാം എത്തുന്ന സമയത്ത് ആ ഉപരിതലത്തേക്കാൾ 100 ഇരട്ടി ആയിരിക്കും ആ ഭാഗത്തുള്ള മർദ്ദം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ അവിടെ ജീവിക്കുന്ന ജീവികൾക്കും ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ രണ്ടാമത്തെ സോണ്. ഇനി മൂന്നാമത്തെ സോണായിട്ട് കടന്നു വരുന്നത് മിഡ് നൈറ്റ് സോണാണ്. ബാത്തിഫിലാജിക് എന്നറിയപ്പെടും. അത് നേരത്തെ നമ്മൾ 1 കിലോമീറ്ററിലേക്ക് എത്തിയിട്ടുണ്ട്. 1 കിലോമീറ്റർ മുതൽ പിന്നീട് 4 കിലോമീറ്റർ വരെയുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ആ മിഡ് നൈറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ കൂരാക്കൂരിട്ടാണ്, സൂര്യപ്രകാശമില്ല, അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള മർദ്ദമാണ്. അവിടെ ഒരു 400 ഇരട്ടി, ഉപരിതലത്തേക്കാൾ 400 ഇരട്ടി വരെ പ്രഷർ ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. എല്ലാം വളരെ സ്ലോ മോഷനായിട്ടാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അത്രയും പ്രഷറുള്ള ഭാഗമാണ്. അതേപോലെ തന്നെ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വിചിത്രമായിട്ടുള്ള ചില ജീവികൾ, ഒന്ന് ജൈൻറ്റ് സ്ക്വിഡ്, ഒരു കൊളോസൽ സ്ക്വിഡ് എന്നുള്ള പേരിൽ ഒരു ഭീമൻ കണവ, കൂന്തൾ. അതിൻ്റെ വലിപ്പം പറയുന്നത് 700 കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം. 13 മീറ്റർ നീളം, അതായത് 2 നില കെട്ടിടത്തിൻ്റെ വലിപ്പമുള്ള രൂപത്തിലുള്ള കൂന്തളുകൾ. മറ്റൊരു സൈഡ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്നതിനനുസരിച്ച് ആ ഉപരിതലത്തിലുള്ളതിനേക്കാൾ ആ ഡീപ് സീയിലുള്ള ജീവികളുടെ എല്ലാം വലിപ്പം 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസം, അതിനെ ഡീപ് സീ ജൈജാൻറ്റിസം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ആ ഭാഗത്തുള്ള ആ പ്രതികൂല സാഹചര്യങ്ങളെ, കഠിനമായിട്ടുള്ള മർദ്ദം, ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, അതിനെല്ലാം അതിജയിക്കാൻ അത്തരത്തിലുള്ള വലിയ വലിപ്പം അനിവാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കടൽ സ്പൈഡർ, കടലിലുള്ള എട്ടുകാലികൾ, പൊതുവെ അതിൻ്റെ വലിപ്പം ഉപരിതലത്തിൽ 1 മില്ലിമീറ്റർ ആ രൂപത്തിലാണ്. അതേസമയം ഡീപ് സീയിൽ അതേ സ്പൈഡർ 60 സെൻറ്റിമീറ്റർ എല്ലാം വലിപ്പത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭീമൻ കൂന്തൾ അതിന് 10-13 മീറ്ററോളം വലിപ്പമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ണ് മാത്രം 30 സെൻറ്റിമീറ്റർ, അതായത് ഒരു ഫുട്ബോളിൻ്റെ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ബോളിൻ്റെ വലിപ്പമുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കണ്ണുകളുള്ളത് ഈ ജീവിക്കാണ്, കടലിലുള്ള ഈ ഭീമൻ കൂന്തലുകൾക്കാണ്. അപ്പോൾ അത് ചില മ്യൂസിയങ്ങൾ, ഇപ്പോൾ ന്യൂസിലാൻഡ് പോലെയുള്ള സ്ഥലത്ത് ആ പിടിക്കപ്പെട്ടിട്ടുള്ള അത്തരം കൂന്തലുകൾ അതേ രൂപത്തിൽ പ്രിസർവ് ചെയ്തായിട്ടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഈ മേഖലയിൽ ഈ മിഡ് നൈറ്റ് സോണിൽ കാണപ്പെടുന്ന മറ്റൊരു ജീവി വളരെ പ്രസിദ്ധമായി തീർന്ന ആംഗ്ലർ ഫിഷുകളാണ്. അതൊരു ഒരു ഹൊറർ ലുക്കാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും ആ ചിത്രത്തിലെല്ലാം അത് വലിയ മത്സ്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അത് കേവലം ഒരാൾക്ക് കയ്യിലെടുക്കാവുന്ന രൂപത്തിൽ സെൻറ്റിമീറ്ററുകൾ മാത്രം വരുന്ന ഒരു ചെറിയ മത്സ്യമാണ്. പക്ഷേ അതിന് വിചിത്രമായിട്ടുള്ള അതിൻ്റെ രൂപവും അതേപോലെ തന്നെ അതിൻ്റെ തലയുടെ ഭാഗത്ത് മുന്നിലൊരു ബ്ലൂ ഹെഡ്ലൈറ്റ് എല്ലാം കാണാൻ സാധിക്കും. അത് ആ കൂരിരുട്ടിൽ ആ ബയോലൂമിനസൻസ്, അത് സ്വയം പ്രകാശം പുറത്തുവിട്ട് അതുവഴിയാണത് ഇരയെ പിടിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മത്സ്യങ്ങൾ ഇണചേരുന്ന രീതിയും അത്ഭുതകരമാണ്. അപ്പോൾ ഇതിൻ്റെ ആൺമത്സ്യങ്ങൾ പെൺമത്സ്യങ്ങളെ അപേക്ഷിച്ച് ഒരു 8-10 ഇരട്ടി ചെറുതായിരിക്കും. അപ്പോൾ അത് ആ പെണ്ണിൻ്റെ സാന്നിധ്യം മണം പിടിച്ചിട്ടാണ്, ആ ഫിറോമോണുകൾ, ഇപ്പോൾ നമ്മൾ എറുമ്പെല്ലാം ഉപയോഗിക്കുന്ന അതേ രാസവസ്തു, അത് വെച്ചിട്ടാണ് ആ പെണ്ണിൻ്റെ സാന്നിധ്യം അത് ആ ഇരുട്ടിൽ തിരിച്ചറിയുന്നത്. അതിനുശേഷം ഒന്നിലധികം ആൺമത്സ്യങ്ങൾ വന്ന് ഈ പെൺമത്സ്യത്തിൻ്റെ ശരീരത്തോട് ചേരാണ്, അവിടെ പറ്റിപ്പിടിക്കുകയാണ്. ക്രമേണ അവരുടെ ആ ശരീരഭാഗങ്ങൾ, അവരുടെ രക്തക്കുഴലുകൾ വരെ പങ്കുവെക്കുന്ന രൂപത്തിൽ
അത് പെൺശരീരമായിട്ട് അത് ലയിച്ച് ചേരുകയാണ്. അപ്പോൾ ഈ വിചിത്രമായിട്ടുള്ള ഈ പ്രത്യുൽപാദന രീതി അത് സെക്ഷൽ പാരസൈറ്റിസം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് ആംഗ്ലർ ഫിഷിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഈ ഒരു മേഖലയിൽ കൂരിരുട്ടും കഠിനമായിട്ടുള്ള മർദ്ദാണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ജീവിവർഗ്ഗങ്ങൾ ഒന്ന് അവർ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ആ ബയോലൂമിനസൻസ്. അതേപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട് പറയുന്നത് ഈ മറൈൻ സ്നോ, അതായത് കടലിലെ മഞ്ഞുവീഴ്ചയല്ല, മറിച്ച് കടലിൻ്റെ ഉപരിതലത്തു നിന്നും ഈ ചത്ത മത്സ്യങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ അവരുടെ എല്ലാം വിസർജ്യങ്ങൾ, അതല്ലെങ്കിൽ ഈ ജൈവ മാലിന്യങ്ങളെല്ലാം ഉപരിതലത്തിൽ നിന്നും താഴേക്ക് ഉഴുന്നിറങ്ങും. അതാണ് മറൈൻ സ്നോ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതാണ് അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 4000 മീറ്റർ 4 കിലോമീറ്ററോളം വരുന്ന ഈ ഒരു മേഖലയിലാണ് ഇപ്പോൾ ലോകപ്രശസ്തമായിട്ടുള്ള ടൈറ്റാനിക് കപ്പലിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളുള്ളത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിൽ 3800 മീറ്റർ താഴ്ചയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കഠിനമായിട്ടുള്ള പ്രഷറാണ് അവിടെ, ഉപരിതലത്തേക്കാൾ 390 മടങ്ങാണ് ആ മേഖലയിലുള്ള പ്രഷർ. അപ്പോൾ അത് കാരണമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും 2023 നടന്ന ആ പ്രസിദ്ധമായിട്ടുള്ള ആ സംഭവം, ടൈറ്റൻ എന്നുള്ളൊരു സബ്മറൈൻ, ഒരു അന്തർവാഹിനി, അത് ഡീപ് സീ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട്, ആഴക്കടൽ ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ടൈറ്റാനിക്കും മറ്റുമെല്ലാം കാണാൻ പോയ സമയത്ത് ആ മേഖലയിൽ വെച്ചിട്ടാണ് ആ അന്തർവാഹിനി പൊട്ടിത്തെറിച്ച് അതിനകത്തുള്ള പ്രധാനപ്പെട്ട 4-5 ആളുകൾ അവിടെ തൽക്ഷണം മരണപ്പെട്ടത്. അപ്പോൾ കഠിനമായിട്ടുള്ള പ്രഷർ അകത്തേക്ക് ഞെരുക്കുകയാണ്. അപ്പോൾ അവിടെ എക്സ്പ്ലോഷൻ അല്ല, പുറത്തേക്ക് പൊട്ടിത്തെറിക്കല്ല ചെയ്യുന്നത്, മറിച്ച് അകത്തേക്ക് ഉൾവലിഞ്ഞ് പൊട്ടുകയാണ്. അതിന് ഇംപ്ലോഷൻ എന്നാണ് പറയുക. ആ രൂപത്തിൽ ആ സബ്മറൈൻ ഇംപ്ലോഡ് ചെയ്ത് അതിനകത്തുള്ള ആളുകളെല്ലാം മരണപ്പെട്ടത് അന്ന് വലിയ വാർത്തയായിരുന്നു. അതെല്ലാം ഈ ഒരു മേഖലയിലായിരുന്നു സംഭവിച്ചത്. ഇതാണ് ആ മിഡ് നൈറ്റ് സോൺ. 4000 മീറ്റർ 4 കിലോമീറ്റർ വരെയുള്ള ഒരു ഭാഗം. വീണ്ടും നമ്മൾ അടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ 4 കിലോമീറ്റർ മുതൽ 6000 മീറ്റർ 6 കിലോമീറ്റർ വരെയുള്ള ഒരു ഭാഗം, അത് അടുത്ത സോണാണ്. അബിസൽ സോൺ അല്ലെങ്കിൽ അബിസോഫിലാജിക് സോൺ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയും സ്വാഭാവികമായിട്ട് കൂരാകൂരിട്ടാണ്, അതേപോലെ തന്നെ ഫ്രീസിങ് ടെമ്പറേച്ചറാണ് 3 ഡിഗ്രി സെൽഷ്യസ്. അതേപോലെ തന്നെ അവിടെയുള്ള ജീവികളെല്ലാം വളരെ സ്ലോ മോഷനാണ്. എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇരപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഒരല്പം വേഗത്തിൽ അവർ ചലിക്കുന്നത്. കാരണം കഠിനമായിട്ടുള്ള മർദ്ദമാണ്. മർദ്ദം ഉപരിതലത്തേക്കാൾ 600 മടങ്ങാണ്. അതായത് അതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടാൻ പറയാറുണ്ട്, ഒരു 50 ജംബോ ജെറ്റിൻ്റെ ഭാരം അല്ലെങ്കിൽ അത് ഞെരുക്കുന്ന പ്രഷറായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവുകൾ ആ മേഖലയിലുള്ള ജീവികൾക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൂരാകൂരിട്ടാണ്, സൂര്യപ്രകാശമൊന്നുമില്ല. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജീവജാലങ്ങളെല്ലാം അവരുടെ ഊർജ്ജത്തിൻ്റെ ആധാരം എന്നുള്ളത് ആ സൂര്യപ്രകാശം, ഫോട്ടോസിന്തസിസ് ആണ്. അതേസമയം ഇവിടെ ഈ കൂരിരുട്ടിൽ ഇവിടെയുള്ള ജീവജാലങ്ങളെല്ലാം അവർ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഫോട്ടോ അല്ല, മറിച്ച് കീമോസിന്തസിസ് എന്നുള്ള ഒരു പ്രതിഭാസത്തിലൂടെയാണ്. എന്താണെന്ന് വെച്ചാൽ ആ കടലിനടിയിലുള്ള ഫ്ലോറിലുള്ള ഭൂമിയുടെ വിടവുകൾ, വിള്ളലുകൾ, അതിൽ നിന്നെല്ലാം ഒരു ഫാക്ടറിയുടെ പുകക്കുഴൽ പോലെ കൊടും ചൂടുള്ള വെള്ളം, ഏകദേശം 400 ഡിഗ്രി സെൽഷ്യസ് എല്ലാം ചൂടുള്ള വെള്ളം നിരവധി ധാതുക്കളെയും വഹിച്ചുകൊണ്ട് അതിങ്ങനെ മുകളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കറുപ്പും വെളുപ്പെല്ലാം നിറത്തിൽ പുക പോലെ ഉയർന്നു പൊന്തുകയാണ്. അതിന് അത്തരം ചിമ്മിനികൾ ഹൈഡ്രോതെർമൽ വെൻറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഈ അഗ്നിപർവ്വതങ്ങൾ പോലെ ഭൂമിയുടെ അന്തർഭാഗത്തു നിന്നും പ്രവഹിക്കുന്നതാണ്. ആ വെള്ളം അത് ധാതു സമ്പുഷ്ടമാണെന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട സൾഫൈഡ്, മീഥേൻ, അയൺ, കാൽസ്യം, സിലിക്കൺ, ഇതേ രൂപത്തിലുള്ള പ്രധാനപ്പെട്ട മൂലകങ്ങളെല്ലാം ആ വെള്ളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചിമ്മിനികൾ, ഈ ഹൈഡ്രോതെർമൽ വെൻറ്റുകൾക്ക് സമീപത്ത് ജീവിക്കുന്ന നിരവധി ജീവിവർഗ്ഗങ്ങളുണ്ട്. അവരുടെ അവിടെയുള്ള അതിജീവനം അത്ഭുതകരമാണ്. എന്താണെന്ന് വെച്ചാൽ അത്തരം ജീവികൾ ആ ജീവികളുടെ ശരീരത്തിൽ ബാക്ടീരിയകൾക്ക് വസിക്കാനുള്ള ഇടം നൽകുകയാണ്. അതായത് ബാക്ടീരിയകൾക്ക് ഫ്രീ അക്കോമഡേഷൻ സ്വന്തം ശരീരത്തിൽ നൽകുകയാണ്. അതേപോലെ തന്നെ അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഈ വെൻറ്റിൽ നിന്നും ആ ജീവി നൽകുകയാണ്. അപ്പം അതിന് പകരമായിട്ട് ഈ ബാക്ടീരിയ ആ ജീവിക്ക് വേണ്ട ഭക്ഷണം നിർമ്മിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ബാക്ടീരിയ തന്നെ ഭക്ഷണമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പരസ്പര സഹവർത്തിത്വം അല്ലെങ്കിൽ എൻഡോസിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. ആ രൂപത്തിലാണ് അവിടെ അതിജീവനം സാധ്യമാക്കുന്നത്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാകും ആ മേഖലയിൽ ജീവിക്കുന്ന യെറ്റി ക്രാബുകൾ, ശരീരം മുഴുവൻ രോമാവൃതമായിട്ടുള്ള ഒരു തരം ഞണ്ടുകൾ. അപ്പോൾ ആ രോമം എന്നുള്ളത് ആ ബാക്ടീരിയൽ കോളനികളാണ്. ആ ബാക്ടീരിയ അതിന് വേണ്ട ഫുഡ് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ ട്യൂബ് വേമുകൾ അല്ലെങ്കിൽ പോംപേ വേം, ഇതേ രൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള ജീവികളെല്ലാം ഈ വെൻറ്റിനടുത്ത് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ വെൻറ്റിന് സമീപത്ത് 500-ലധികം സ്പീഷീസുകളെ, ജീവിവർഗ്ഗങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും എത്രയോ കണ്ടെത്താനിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് അവിടെയുള്ള കീമോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു മേഖലയിൽ അബിസൽ സോണിൽ കാണപ്പെടുന്ന വളരെ പ്രസിദ്ധമായി തീർന്ന വളരെ ക്യൂട്ടായിട്ടുള്ളൊരു നീരാളി, ഒരു ഒക്ടോപ്പസിന് ഡംബോ ഒക്ടോപ്പസ് എന്നുള്ള പേരിൽ പ്രസിദ്ധമാണ്. ഡംബോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പറക്കുന്ന ആനയുടെ ഒരു ഡിസ്നി കഥാപാത്രമാണ്. ആനയുടെ ചെവിക്ക് സമാനമായിട്ടുള്ള രൂപത്തിലാണ് ആ ഒരു നീരാളി. അപ്പം അത് ആ മേഖലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ നീരാളികൾ ഓരോ സോണിലും നമ്മൾ വ്യത്യസ്ത രൂപത്തിലുള്ള ഗ്ലാസ് ഒക്ടോപ്പസ് എല്ലാം നേരത്തെ കണ്ടു, ഓർക്കുന്നത്. ഇപ്പോൾ ഒക്ടോപ്പസ് ടീച്ചർ പോലെ നീരാളികളെ സംബന്ധിച്ച് നിരവധി ഡോക്യുമെൻ്ററികൾ ലഭ്യമാണ്. അപ്പോൾ അതിലെല്ലാം അവർ പറയുന്ന വിചിത്രമായിട്ട് ആ ജീവിയെ സംബന്ധിച്ചുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ.
3 ഹൃദയമാണ്, നീല രക്തമാണ്. അതേപോലെ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ജീവികളാണ്. അതിന് ടൂൾ ഉപയോഗിക്കാൻ അറിയാം, പസിൽ സോൾവ് ചെയ്യാൻ. അതേപോലെ തന്നെ ആ പരിസ്ഥിതിക്കനുസരിച്ച് നിറവും ആകൃതിയെല്ലാം മാറാൻ സാധിക്കും. ഏതൊരു ചെറിയ കുപ്പിയിലേക്കും അതിൻ്റെ ആ ശരീരം തള്ളിക്കയറ്റാൻ മാത്രം ഫ്ലെക്സിബിളായിട്ടുള്ള ശരീരമാണ് അതിനുള്ളത്. ഇപ്പോൾ ഡീപ് സീ, ആഴക്കടലിലുള്ള നീരാളികളെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ജന്തുലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇൻക്യുബേഷൻ, അതായത് മുട്ട വിരിയാനുള്ള സമയം, അത് ഈ ആഴക്കടലിലുള്ള ഒരു തരം ഒക്ടോപ്പസ് അല്ലെങ്കിൽ നീരാളികൾക്കാണ്. 53 മാസം അല്ലെങ്കിൽ 4.5 വർഷമാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡായിട്ട് അറിയുന്നത്. അത് മറ്റൊരു ജീവിക്കില്ലാത്ത അത്രയും വലിയ കാലദൈർഘ്യമാണ്. അതെല്ലാം ഈ ജീവികളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇനി അടുത്തത് ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആ കടലിൻ്റെ ഏറ്റവും അന്തർഭാഗം, ഏറ്റവും ആഴത്തിലുള്ള ആ ഒരു ഭാഗം, അത് ഹെയ്ഡൽ സോൺ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഹെയ്ഡൽ പെലാജിക് സോൺ. അത് 6000 മീറ്റർ മുതൽ 11000 മീറ്റർ വരെ, 6 കിലോമീറ്റർ മുതൽ 11 കിലോമീറ്റർ വരെയുള്ള ഒരു ഭാഗം. അവിടെ പരിപൂർണമായിട്ടുള്ള ഇരുട്ടാണ്. അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള മർദ്ദം ഉപരിതലത്തേക്കാൾ 1000 മടങ്ങാണ്. 1086 ബാർ, അത്രയും പ്രഷർ ആ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു ധാരണ കിട്ടാൻ അവർ പറയാറുള്ളത്, 63 ബോയിങ് വിമാനങ്ങൾ 4 ഭാഗത്തു നിന്നായിട്ട് നിങ്ങളെ ഞെരുക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ഒരു പ്രഷർ, 1 ടണ്ണ് ഭാരം ആ തള്ളവിരൽ മാത്രം ഫീൽ ചെയ്യുന്ന രൂപത്തിൽ അത്രയും പ്രഷറാണ് ആ ഒരു മേഖലയിൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കഠിനമായിട്ടുള്ള മർദ്ദമുള്ള മേഖലയിലും അതിനെ അതിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ശാരീരിക ശേഷിയുള്ള ജീവികൾ ആ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആഴക്കടലുള്ള മർദ്ദത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഓർക്കുന്നത്, അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ആ മിഡ് നൈറ്റ് സോണിൽ ജീവിക്കുന്ന ബ്ലോബ് ഫിഷുകൾ എന്നുള്ള ഒരു വിഭാഗം മത്സ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ആ ശരീരം ആ മർദ്ദത്തെ അതിജയിക്കാൻ വേണ്ടി രൂപപ്പെട്ടതാണ്. ആ ഒരു മർദ്ദമുള്ള ആ മേഖലയിൽ നിന്ന് അതിനെ പുറത്തെടുത്ത സമയത്ത് ആ ശരീരത്തിൻ്റെ രൂപം തന്നെ മാറി വളരെ വികൃതമായിട്ട് രൂപത്തിലേക്ക് മാറുന്ന അത്തരം കാര്യങ്ങളെല്ലാം അത് മീഡിയ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ കടലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഈ ഒരു മേഖല ഹെയ്ഡൽ സോൺ, അവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഭൂമിയിലെ ഏറ്റവും ആഴമേറിയിട്ടുള്ള ആ ഒരു പ്രദേശം, ആ ഡീപ്പസ്റ്റ് പോയിന്റ്, അതെല്ലാം ഉൾക്കൊള്ളുന്ന മറിയാന ട്രഞ്ച് ഉള്ളത് ഈ ഒരു മേഖലയിലാണ്. മറിയാന ട്രഞ്ച് കിടങ്ങെന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കിടങ്ങൊന്നല്ല, മറിച്ച് വലിയൊരു താഴ്വാരം പോലെ 12000 കിലോമീറ്റർ നീളവും 170 കിലോമീറ്റർ വീതിയെല്ലാം ഉള്ള വലിയൊരു നിരവധി രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു മേഖലയാണ്. അപ്പം ഇത് പസഫിക് സമുദ്രത്തിൽ റിംഗ് ഓഫ് ഫയർ, അഗ്നിവലയം എന്നറിയപ്പെടുന്ന ഒരു മേഖലയുണ്ട്. നിരവധി അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സർക്കിള്. അത് ചെറിയൊരു ഏരിയ അല്ല, മറിച്ച് നിരവധി രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ മേഖലയിൽ 450ഓളം വോൾക്കാനുകൾ, അഗ്നിപർവ്വതങ്ങളുണ്ട്. അത് എല്ലാം ഭൂമിയുടെ ഉപരിതലത്തിലല്ല, മറിച്ച് പലതും സബ്മറൈൻ വോൾക്കാനുകൾ കടലിനടിയിലാണ്. ഇപ്പോൾ കടലിനടിയിൽ ലക്ഷക്കണക്കിന് അഗ്നിപർവ്വതങ്ങളുള്ളതായിട്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മേഖല, റിംഗ് ഓഫ് ഫയർ എന്നുള്ള ആ ഒരു മേഖല, ഇപ്പോൾ ജിയോളജിസ്റ്റുകൾ, ഭൂമിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അപ്പോൾ നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ അല്ലെങ്കിൽ സുനാമിയുടെ എല്ലാം 80% ഉത്ഭവിക്കുന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണെന്നാണ് അവർ അനുമാനിക്കുന്നത്. ഈ ഒരു മേഖലയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറിയാന ട്രഞ്ച് എന്നുള്ള കിടങ്ങുള്ളത്. അതിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അവർ പറയുന്നത്, ഇപ്പോൾ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ അത് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് അടിയിലേക്ക് താഴുന്ന ഒരു പ്രതിഭാസമുണ്ട്, സബ്ഡക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു സബ്ഡക്ഷൻ്റെ ഫലമായിട്ടാണ് ആ മറിയാന ട്രഞ്ച് അവിടെ രൂപം കൊണ്ടത്. അതാണ് അതിന് അവർ നൽകുന്ന വിശദീകരണം. അപ്പോൾ ഈ മറിയാന ട്രഞ്ചിനകത്താണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിടത്തോളം ഭൂമിയിൽ ഏറ്റവും ആഴമേറിയിട്ടുള്ള ഭാഗം, ഏറ്റവും ഡീപ്പസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ആ ചാലഞ്ചർ ഡീപ്പ് എന്നുള്ളത് ആ ഒരു ട്രഞ്ചിനകത്താണുള്ളത്. അത് ഉപരിതലത്തിൽ നിന്നും 11 കിലോമീറ്റർ താഴെയാണ്. ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ എവറസ്റ്റ് കൊടുമുടി, അതിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 8.5 കിലോമീറ്ററാണ്. എവറസ്റ്റ് കൊടുമുടി അതിനടിയിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ വീണ്ടും 2 കിലോമീറ്റർ ബാക്കിയാണ്. അതല്ലെങ്കിൽ നേരെ മുകളിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ തലക്ക് മീതെ പറക്കുന്നൊരു ഫ്ലൈറ്റ്, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾ, അതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ്, ആവറേജ് ആൾട്ടിറ്റ്യൂഡ് പറയുന്നത് 11-12 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മളും ആ ഫ്ലൈറ്റും തമ്മിലുള്ള ദൂരം ഒന്ന് താഴേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അത്രയും ആഴത്തിലാണ് ആ ഒരു പ്രദേശം ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, 1875 ഒരു ബ്രിട്ടീഷ് സർവേ കപ്പൽ HMS ചാലഞ്ചർ എന്നുള്ള പേരിൽ അവർ ഒരു കയറ് താഴേക്കിട്ട് ഈ ഒരു മേഖല അവർ കണ്ടെത്തി. പിന്നീട് ചില പഠനങ്ങളെല്ലാം നടന്നെങ്കിലും മനുഷ്യരങ്ങോട്ട് ആദ്യമായിട്ട് പോകുന്നത് പിന്നീട് 85 വർഷങ്ങൾക്ക് ശേഷമാണ്. 1960 2 ഓഷ്യനോഗ്രാഫർമാർ, 2 സമുദ്രശാസ്ത്രജ്ഞന്മാർ, ജാക്ക് പിക്കാർഡ്, ഡോൺ വാൾഷ്, ഈ 2 ആളുകൾ പ്രത്യേകമായിട്ട് സജ്ജീകരിച്ച ഒരു സബ്മറൈൻ, ഒരു ട്രയസ്റ്റ എന്നുള്ള പേരിലൊരു സബ്മറൈനിൽ അവർ താഴേക്ക് ഇറങ്ങുകയാണ് ആദ്യമായിട്ട്. അങ്ങനെ 4-5 മണിക്കൂർ സമയമെല്ലാം എടുത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അവർ ആ ഹെയ്ഡൽ സോണെല്ലാം കടന്ന് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പ്രഷറിനെ സംബന്ധിച്ച് പറഞ്ഞു 1000 മടങ്ങാണ്. അപ്പോൾ കഠിനമായിട്ടുള്ള പ്രഷർ കാരണം അവരുടെ ആ സബ്മറൈൻ്റെ ഒരു വിൻഡോ അത് പൊട്ടി എന്നുള്ളതാണ്.
പിന്നീട് മറ്റൊരു വിൻഡോ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അതുകൂടെ പൊട്ടിയിരുന്നെങ്കിൽ അവിടെ ഇംപ്ലോഷൻ സംഭവിച്ച് രണ്ടാളും അവിടെ തൽക്ഷണം മരണപ്പെടുമായിരുന്നു. പക്ഷെ ആ ഒരു വിൻഡോ വെച്ചിട്ട് അവർ വീണ്ടും അടിയിലേക്ക് ഇറങ്ങി ആ ചാലഞ്ചർ ഡീപ്പ് എന്നുള്ള ഒരു പ്രദേശത്തെത്തി. അവിടെ 10-20 മിനിറ്റ് അവർ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അത്ഭുതകരമായിട്ടുള്ള രൂപത്തിൽ അവിടെ ജീവികളുടെ സാന്നിധ്യം വരെ അവർ ആ സമയത്ത് നിരീക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാലം അവിടെയൊന്നും ജീവിവർഗ്ഗങ്ങൾ ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മുടെ അനുമാനം. അപ്പോൾ അവിടെ ജീവികളുള്ളതായിട്ട് അവർ സ്ഥിരീകരിച്ചു, തിരിച്ചു വരികയാണ്. പിന്നീട് അടുത്ത ഒരു അരനൂറ്റാണ്ട് കാലം അത്രയും മനുഷ്യൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളത്. അത്രയും റിസ്ക്കിയാണ് ആ യാത്ര. പിന്നീട് അടുത്ത യാത്ര സംഭവിക്കുന്നത് 52 വർഷങ്ങൾക്ക് ശേഷം 2012-ലാണ്. ഒരു പഠനത്തിൽ അവർ പറയുന്നുണ്ട് അതിനിടയിൽ 7000-ഓളം ആളുകൾ എവറസ്റ്റ് കയറി, 12 ആളുകൾ ചന്ദ്രനിലേക്ക് എത്തി. പക്ഷേ കടലിൽ ആ സമയം 50 വർഷം കഴിഞ്ഞിട്ട് ഒരാളും പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് അടുത്തൊരു യാത്ര സംഭവിക്കുന്നത് 2012-ലാണ്. പ്രസിദ്ധമായി തീർന്ന വാർത്ത ഓർക്കുന്നുണ്ടാവും. പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ, അദ്ദേഹം ആദ്യമായിട്ടൊരു സോളോ ട്രിപ്പ്, ആദ്യമായിട്ട് ഒറ്റയ്ക്ക് അദ്ദേഹം ഈ ഒരു പോയിന്റിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അവിടെ 2-3 മണിക്കൂർ അവിടെ ചെലവഴിക്കുന്നുണ്ട്. പിന്നീട് പല സമയത്തായിട്ട് ഇപ്പോൾ 20-ലധികം ആളുകൾ ആ ഒരു പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖല, ഈ ഹെയ്ഡൽ സോണിനെ സംബന്ധിച്ച് പൊതുവേ നമ്മൾ അജ്ഞരാണ്. അവിടെയുള്ള ഒരല്പം ജീവികളെ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ജീവിക്കുന്ന മറിയാന സ്നെയിൽ ഫിഷ് എന്നുള്ള ഒരു മത്സ്യങ്ങൾ, അത് 2014-ലാണ് നമ്മൾ അതിനെ കണ്ടെത്തുന്നത്. അതല്ലെങ്കിൽ സീ കുക്കുംബർ, ഇതേ രൂപത്തിൽ എണ്ണപ്പെട്ട ചില ജീവിവർഗ്ഗങ്ങളെ മാത്രമേ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ആ ഒരു മേഖല ഫുൾ ഓഫ് മിസ്റ്ററിയാണ്. നമുക്ക് ഇനിയും നിരവധി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില പഠനങ്ങളിൽ അവർ പറയുന്നത് ആ മേഖലയിൽ മൊത്തം 400 സ്പീഷീസുകൾ, 400 ജീവിവർഗ്ഗങ്ങളെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. 400 വലിയ സംഖ്യയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മൊത്തമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ല എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അതായത് നമ്മൾ അറിഞ്ഞത് ഒരു തുള്ളി മാത്രമാണ്, അറിയാനുള്ളത് ഒരു സമുദ്രത്തോളാണ് ആ ഒരു മേഖലയിൽ. അപ്പോൾ നമ്മൾ തീർത്ത് വായിക്കേണ്ടത് വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പലതിനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഒരു ആയത്ത് അവിടെ ചേർത്ത് വായിക്കുക. അപ്പോൾ ആ മേഖലയെ സംബന്ധിച്ച് നമ്മുടെ ആഴത്തിലുള്ള അജ്ഞതയുടെ കാരണം അത് മറ്റൊരു രൂപത്തിൽ ചിന്തിച്ചാൽ മനോഹരമായിട്ടൊരു ഉപമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആ ആഴക്കടലെല്ലാം വിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ആ ആഴക്കടലിലേക്ക് ഒരു സബ്മറൈനിൽ ചെന്നിറങ്ങുന്നത് പോലെ മുകളിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് അർദ്ധരാത്രി കൂരിരുട്ടിൽ 2 അന്യഗ്രഹ ജീവികൾ ഒരു സ്പേസ് ഷിപ്പിൽ അല്ലെങ്കിൽ ഒരു പേടകത്തിൽ വന്ന് ഇറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ അവർ ആ പേടകത്തിൻ്റെ മീതെ ഘടിപ്പിച്ചിട്ടുള്ള ആ ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് അവർ വന്നിറങ്ങിയ ആ സ്പോട്ടിലുള്ള ചില ചിത്രങ്ങൾ പകർത്തുകയാണ്. ശേഷം അവർ ആ സ്പോട്ടിൽ അവർക്ക് കാണാൻ സാധിച്ച ചില ജീവികളെ, ചില ഉറുമ്പുകൾ അല്ലെങ്കിൽ എട്ടുകാലികൾ, അതിൻ്റെ സാമ്പിളും അവർ കളക്ട് ചെയ്ത് അവർ തിരികെ പോവുകയാണ്. അപ്പോൾ അവർക്ക് അതിലൂടെ ലഭിച്ച ഒരു ഇൻഫർമേഷൻ, ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ എണ്ണപ്പെട്ട ആ ജീവികൾ, അത് മൊത്തം കേരളത്തിൻ്റെ വിശാലമായിട്ടുള്ള ഭൂപ്രകൃതത്തെ അല്ലെങ്കിൽ അവിടെയുള്ള ആ ജൈവ വൈവിധ്യമായിട്ടെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് രണ്ടും തമ്മിലുള്ള അന്തരം എത്രയായിരിക്കും? അപ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്, കേരളത്തേക്കാൾ 5 ഇരട്ടി വരുന്ന ഒരു ഭൂപ്രദേശത്തെ മനസ്സിലാക്കാൻ നമ്മൾ നടത്തുന്ന പര്യവേക്ഷണങ്ങളുടെ പരിമിതികൾ. അപ്പോൾ ആ ഒരു ഡീപ്പസ്റ്റ് പോയിന്റ് പോലും, നമ്മളിൽ നിന്നും ഏറെ വിദൂരത്തുള്ള നമ്മൾ ഒരല്പം മാത്രം മനസ്സിലാക്കിയ ആ ഒരു പോയിന്റ് പോലും മനുഷ്യൻ്റെ ആ ഒരു അക്രമത്തിൽ നിന്നും ആ ഒരു ഭാഗം പോലും സേഫല്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. 2018 ചില ആളുകൾ ആ മറിയാന ട്രെഞ്ചിൻ്റെ ആ ഭാഗം സന്ദർശിച്ച സമയത്ത് അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സൂറത്ത് റൂമിൻ്റെ 41-ാമത്തെ വചനത്തിൽ ലൊഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം കരയിലും കടലിലും നിരവധി കുഴപ്പങ്ങൾ, നിരവധി നാശങ്ങൾ, ഫസാദുകൾ മനുഷ്യനുണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ കരയിൽ മനുഷ്യരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അത് ഞാൻ പറയേണ്ടതില്ല. ഇനി നമ്മുടെ വിഷയം കടലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ പ്രഭാഷണത്തിൻ്റെ 2-ാമത്തെ ഒരു ഭാഗം സമുദ്രവും മനുഷ്യനാണ്. മനുഷ്യനിലേക്ക് വരുന്ന സമയത്ത് പരിസ്ഥിതിവാദികൾ മനുഷ്യൻ പരിസ്ഥിതിയോട് ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം കാരണം മനുഷ്യനെ പ്രകൃതിയുടെ ക്യാൻസർ എന്നെല്ലാം വിശേഷിപ്പിക്കാറുണ്ട്. ഇനി സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കടലിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായിട്ട് അവർ പ്ലാസ്റ്റിക്കിനെ പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അത്രയേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ആ സമുദ്രത്തിൽ മനുഷ്യർ കൊണ്ടുപോയിടുന്നത്. അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അഴുകിപ്പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കടലിലുള്ള 80% ഖരമാലിന്യങ്ങളും അത് മനുഷ്യന് കൊണ്ടുപോയിടുന്ന പ്ലാസ്റ്റിക് വസ്തുക്കളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ UN ഒരു പഠനത്തിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 46,000 പ്ലാസ്റ്റിക് തുണ്ടുകൾ കടലിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് ലോകത്തിൻ്റെ ചില ഭാഗത്ത് ഫിലിപ്പൈനിലും സ്പെയിനിലെല്ലാം ചത്ത് കരക്കടിഞ്ഞ തിമീങ്കലത്തിൻ്റെ വയറ്റിൽ 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നിരവധി ബാഗുകൾ, കുപ്പികളും ചെരുപ്പും എല്ലാം അതിൻ്റെ വയറിനകത്ത് കാണാൻ സാധിച്ചു എന്നുള്ളത്. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്ന ദ്രോഹങ്ങളാണ്. അപ്പം അത് പ്ലാസ്റ്റിക് മാത്രമല്ല, മറിച്ച് വർദ്ധിച്ച തോതിലുള്ള മലിനജലം, അതേപോലെ തന്നെ വ്യാവസായിക മാലിന്യങ്ങളെല്ലാം
വലിയ തോതിൽ മനുഷ്യന് കടലിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ ഒരു അക്രമങ്ങൾ കാരണം കടലിലുള്ള പല ജീവികളും ശ്വാസം മുട്ടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് കുമിഞ്ഞുകൂടുന്ന സമയത്ത് ആ ഭാഗത്തെ ആ ഒരു എക്കോസിസ്റ്റം, ആ പരിസ്ഥിതി മുഴുവൻ തകരാറിലാകണം. അതോടുകൂടെ ആ ഒരു ഭാഗത്ത് ഓക്സിജൻ ലഭിക്കാതെയായിട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ജീവികളും ചത്തൊടുങ്ങാണ്. അതോടെ അവിടെ ഒരു ഡെഡ് സോൺ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രേതപ്പറമ്പായിട്ട് മാറുകയാണ്. 2008 നടന്നൊരു പഠനത്തിൽ ഇത്തരത്തിലുള്ള 400ഓളം ഡെഡ് സോണുകൾ കടലിൻ്റെ പല ഭാഗത്തായിട്ടുണ്ട് എന്നുള്ളത്. അത് ഇനിയും വർദ്ധിച്ചു വരാണ്. അതെല്ലാം മനുഷ്യൻ്റെ ആ ഒരു പ്രവർത്തനം കാരണമാണ്. ദൊഹറൽ ഫസാദു ഫിൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു പോയിന്റിലേക്ക് തിരിച്ചു വരാണ്. നേരത്തെ ആ മിഡ് നൈറ്റ് സോണിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത്, ഓർഫിഷുകളെല്ലാം വിശദീകരിച്ച സമയത്ത്, ആഴക്കടലിലുള്ള ചില ജീവികൾ അവർ ഉപരിതലത്തിലേക്ക് വരുന്നതായിട്ടും കരയിൽ പ്രത്യക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ചെല്ലാം സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ കാരണം പറയുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്സിജൻ്റെ ആ ലഭ്യതക്കുറവ്, അതേപോലെ തന്നെ ആ താപവ്യതിയാനെല്ലാം അതിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം പ്രധാനമായിട്ടും മനുഷ്യൻ്റെ ആ ഫസാദ്, മനുഷ്യനുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ്. മറ്റൊരു വിചിത്രമായിട്ടുള്ള കാരണം പറയുന്നത്, ഇതും അടുത്ത കാലത്ത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ഈ സോണാർ വെച്ച് അന്തർവാഹിനികളെല്ലാം നിരീക്ഷിക്കുന്ന സമയത്താണ് ഈ ഒരു അത്ഭുത പ്രതിഭാസം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അവർ നിരീക്ഷിച്ച സമയത്ത് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലുള്ള വർദ്ധിച്ച തോതിലുള്ള ജീവികളുടെ സാന്നിധ്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പിന്നീട് പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു, രാത്രികാലത്ത് ആഴക്കടലിൽ നിന്നും മറ്റുമായിട്ട് ബില്യൺ കണക്കിന് മത്സ്യങ്ങളും മറ്റുള്ള ജീവികളെല്ലാം കടലിൻ്റെ ഉപരിതലത്തിൽ സംഗമിക്കുകയാണ്. ഇപ്പോൾ ഭൂമിയിലുള്ള എല്ലാ കടലിലും ദിനേന രാത്രി അരങ്ങേറുന്ന ഈ കോടിക്കണക്കിന് സമുദ്രജീവികളുടെ ഉപരിതലത്തിലുള്ള ഈ മഹാസംഗമം, അതാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ ഏറ്റവും വലിയ മൈഗ്രേഷനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ദേശാന്തര ഗമനം അത് കരയിലെ ജീവികളല്ല നടത്തുന്നത്, മറിച്ച് അത് ദിനേന കടലിലാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 90% ജീവിവർഗം കടലിലാണുള്ളത്. ഈ ഒരു പ്രതിഭാസത്തെ ഡയൽ വെർട്ടിക്കൽ മൈഗ്രേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ രാത്രി ആ കോടിക്കണക്കിന് ജീവികളെല്ലാം ഉപരിതലത്തിൽ സംഗമിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് അവർ ആഴക്കടലിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തിനാണ് രാത്രി ഉപരിതലത്തിലേക്ക് വരുന്നത്? 2 കാരണങ്ങളാണ് അതിന് പറയുന്നത്. ഒന്ന്, അത് ഇര തേടി വരുന്നതാണ്. നേരത്തെ പറഞ്ഞു, ഉപരിതലത്തിലുള്ള ആ ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നുള്ള സൂക്ഷ്മ സസ്യങ്ങൾ, അത് ആ പ്ലവകങ്ങൾ, അത് കടലിലുള്ള നിരവധി ജീവികളുടെ ഭക്ഷണമാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ മുകൾ ഭാഗത്തേക്ക് വരുന്നത്. അത് രാത്രി തന്നെ വരാനുള്ള കാരണം, രാത്രി ഇരുട്ടിലാകുന്ന സമയത്ത് ആ ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കും. അതായത് ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ തങ്ങൾ മറ്റൊരാൾക്ക് ഭക്ഷണമായി മാറാതെ അവരുടെ ഭക്ഷണം തേടി അവർ ഉപരിതലത്തിലേക്ക് വരുന്നതാണ്. അതേസമയം മനുഷ്യൻ്റെ വഴിവിട്ട പ്രകൃതിയിലുള്ള ഇടപെടലുകൾ മൂലം ഉണ്ടായ ആഗോളതാപനം, അതല്ലെങ്കിൽ ആ സമുദ്ര മലിനീകരണത്തിൻ്റെ എല്ലാം ഫലമായിട്ട് സമുദ്രത്തിലുണ്ടായ ആ താപവ്യതിയാനം, അതല്ലെങ്കിൽ ഓക്സിജൻ്റെ ലഭ്യതക്കുറവെല്ലാം കാരണം ഈ ആഴക്കടലിലെ ജീവികൾ അവർ പതിവിന് വിപരീതമായിട്ട് പകൽ സമയത്ത് തന്നെ അവർ മുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഈ മേഖലകൾ പകൽ സമയത്ത് അത്ര പരിചിതമല്ലാത്തത് കൊണ്ട് തന്നെ അത് പലതിൻ്റെയും ഭക്ഷണമായിട്ട് മാറും, ചിലതെല്ലാം കരക്കടിയുകയും ചെയ്യും. അതാണ് അതിന് കാരണം. അപ്പോൾ ഇത് പല ആഴക്കടൽ ജീവികളുടെ എക്സ്റ്റിങ്ഷൻ, അതിൻ്റെ വംശനാശത്തിന് കാരണമായേക്കാം എന്നുള്ളതാണ് അത്തരം പഠനങ്ങൾ അവർ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ വർദ്ധിച്ച തോതിലുള്ള വ്യാവസായിക മത്സ്യബന്ധനങ്ങൾ, ഇൻഡസ്ട്രിയൽ ഫിഷിംഗ്, അതും ആ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ, ആ സന്തുലിതത്തെ അപ്പാടെ താളം തെറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റാനുള്ളതെല്ലാം അതിലുണ്ട്. പക്ഷേ അവൻ്റെ അടങ്ങാത്ത ആർത്തി അവന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അത് അത്യന്തം അപകടമായിട്ട് മാറാണ്. അൽഹാക്കുമു തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആദമിൻ്റെ മകന് ഒരു താഴ്വാരം മുഴുവൻ സ്വർണം ലഭിച്ചാലും അവൻ അടുത്തതിന് വേണ്ടി കൊതിക്കും, അവൻ്റെ ആ വായിൽ മണ്ണ് വീഴുന്നത് വരെ. ഈ വ്യാവസായിക മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്തുള്ളൊരു കണക്ക്, 20ാം നൂറ്റാണ്ടിൽ മാത്രമായിട്ട് 3 ലക്ഷം തിമിംഗലത്തെയാണ് മനുഷ്യർ കൊന്നൊടുക്കിയത് എന്നുള്ളതാണ്. അത് ഭക്ഷണത്തിന് വേണ്ടിയൊന്നല്ല. അപ്പോൾ പോൾ വാട്സൺ എന്നുള്ള ഒരു എക്കോ ആക്ടിവിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വെയിൽ വാർസ് എന്നുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസ് പ്രസിദ്ധമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ ക്രൂരമായിട്ടുള്ള രൂപത്തിലാണ് ആ തിമിംഗലത്തെ മനുഷ്യർ വധിക്കുന്നത്. ഹാർപൂൺ ഗണ്ണെല്ലാം ഉപയോഗിച്ച് അത് ശരീരത്തിലേക്ക് ആ ഗണ്ണ് തുളച്ച് കയറി അതിന് ശേഷം അത് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ആ തിമിംഗലത്തിൻ്റെ ആ ശരീരം പിളർന്നു പോകുന്ന ആ രൂപത്തിൽ ക്രൂരമായിട്ടാണ് അതിനെ വധിക്കുന്നത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂരത? ഭക്ഷണത്തിന് വേണ്ടിയാണോ? അല്ല. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ സ്പേം വെയിലുകൾ അതിനെ വധിക്കുന്നത് സ്പെർമറ്റീവ് ഓയിൽ എന്നുള്ളൊരു ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ആ മിസൈൽ നിർമ്മാണത്തിലാണ്. മിസൈൽ ഉപയോഗിക്കുന്നതായിട്ട് മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കാനാണ്. അപ്പോൾ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജീവിയെ ക്രൂരമായിട്ട് വധിക്കുന്നത് മനുഷ്യർ പരസ്പരം കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു വിരോധാഭാസം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുന്നുണ്ട്, ഹ്യൂമൻ ആർ ഇൻസൈൻ, മനുഷ്യന് ഭ്രാന്താണ്. ലൊഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത്ത് ഐദിന്നാസ്. സാന്ദർഭികമായിട്ട് ഓർക്കുന്നൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നാളെ മരണാനന്തര ജീവിതത്തിൽ ഒരു പക്ഷിക്കുഞ്ഞ്, ഒരു ചെറിയ കുരുവി ശരീരത്തിൽ രക്തമൊലിപ്പിക്കുന്ന രൂപത്തിൽ വന്ന്
അള്ളാഹുവിൻ്റെ മുമ്പിൽ തന്നെ അകാരണമായി വധിച്ചവർക്കെതിരെ പരാതി പറയും. ഓ അള്ളാഹ്, എന്നെ ഇവർ ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ വധിച്ചു എന്ന് പരാതി പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ അവൻ്റെ ആ പരിധി വിട്ട പ്രവർത്തനങ്ങൾക്കും ക്രൂരതകൾക്കൊന്നും നാളെ മറുപടി പറയേണ്ടതില്ല, അക്കൗണ്ടബിൾ അല്ല എന്ന് ചിന്തിക്കുന്നതോടുകൂടി അവൻ്റെ അടങ്ങാത്ത ആർത്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ തിമിംഗലങ്ങളെ മാത്രമല്ല മനുഷ്യൻ ഈ രൂപത്തിൽ വേട്ടയാടുന്നത്. പക്ഷേ അതിന് മാത്രം പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം ആ മറൈൻ എക്കോസിസ്റ്റം, ആ കടലിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ തന്നെ ആവാസ വ്യവസ്ഥയിൽ തിമിംഗലങ്ങൾ അത്രയും വലിയൊരു പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ കടുവകളില്ലെങ്കിൽ കാടുണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ കാടിന് കടുവ എന്ന പോലെയാണ് കടലിന് തിമിംഗലങ്ങൾ, അത്രയും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ തിമിംഗലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് മാമൽസാണ്, അത് സസ്തനികളാണ്, നല്ല ബുദ്ധി ഇമോഷനുള്ള ജീവികളാണ്. അത് പല സമയത്ത് ശ്വസിക്കാൻ വേണ്ടി ആ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരും. മറ്റൊരു സൈഡ് പോയിന്റ്, അതിൻ്റെ ആ നിശ്വാസവായുവിൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ് അത് ഏത് ടൈപ്പ് ഓഫ് തിമിംഗലാണെന്നെല്ലാം അവർ ട്രേസ് ചെയ്യുന്നത്. നമുക്കറിയാം തിമിംഗലങ്ങൾ അത് പലതരത്തിലായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ഓഡൻഡോസെറ്റി അല്ലെങ്കിൽ മെസ്റ്റിസിറ്റി, പല്ലുള്ളത് പല്ലില്ലാത്തത്. അപ്പോൾ ഈ സ്പേം വെയിൽ, എണ്ണത്തിമിംഗലം അത് പല്ലുള്ളതാണ്. അതേസമയം നീലത്തിമിംഗലം, ബ്ലൂ വെയിൽ, ഹംബാക്ക് വെയിൽ അതെല്ലാം പല്ലില്ലാത്ത. ഇതേ രൂപത്തിൽ അതിനെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തിമിംഗലങ്ങൾ അവർ ശ്വസിക്കാൻ വേണ്ടിയല്ല, അടിയിൽ നിന്നും മുകളിലേക്കുള്ള ആ ഒരു സഞ്ചാരം, അതാണ് യഥാർത്ഥത്തിൽ ആ കടലിനെ മൊത്തത്തിലൊന്ന് ഇളക്കി മറിക്കുന്നത്. അതുവഴി ആ വെർട്ടിക്കൽ മിക്സിങ്, ആ പോഷക മിക്സിങ് അവിടെ സംഭവിക്കുകയാണ്. അതിനെ വെയിൽ പമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇത് ഭീമാകാരമായിട്ടുള്ള ജീവി ആയതുകൊണ്ട് തന്നെ ദിനേന ടൺ കണക്കിന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ വലിയ അളവിൽ കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ വിസർജ്യവും വലിയ തോതിൽ അത് പുറത്തു വിടുന്നുണ്ട്. ഒരു നീലത്തിമീങ്കലം ദിനേന 3 ടണ്ണ് അളവിൽ കാഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തിമീങ്കലങ്ങളുടെ ഈ വിസർജ്യം അത് ആ സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള. ആ വിസർജ്യം അങ്ങേയറ്റം പോഷക സമ്പുഷ്ടമാണ്. അതിൽ അയണും നൈട്രജൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കടലിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഉപരിതലത്തിലുടനീളം വ്യാപിച്ച് കിടക്കുന്ന ഭൂമിയിലേക്ക് വേണ്ട 70% ഓക്സിജൻ എല്ലാം നിർമ്മിക്കുന്ന ഫൈറ്റോപ്ലാങ്ക്ടൺ എന്നുള്ള ഒരു സൂക്ഷ്മ സസ്യങ്ങൾ, അതിൻ്റെ ആ പ്ലവകങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട വളം എന്നുള്ളത് തിമീങ്കലത്തിൻ്റെ വിസർജ്യമാണ്. അതുമാത്രമല്ല മറ്റുള്ള പല ജീവികൾക്കും അത് ആഹാരമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ കടലിൻ്റെ അടിയിലേക്ക് വീഴുന്ന ആ മറൈൻ സ്നോയെ സംബന്ധിച്ച് പറഞ്ഞു, അതിലും പ്രധാനപ്പെട്ട ഘടകം ഈ തിമീങ്കലങ്ങളുടെ വിസർജ്യമാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, എത്ര സങ്കീർണമായിട്ട് രൂപത്തിലാണ് പരസ്പരം ഓരോന്നും ബന്ധപ്പെട്ട് കിടക്കുന്നത്. തിമീങ്കലത്തെ വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന സമയത്ത് അത് ഉപരിതലത്തിലുള്ള ഇത്രയേറെ ഓക്സിജൻ എല്ലാം നിർമ്മിക്കുന്ന ആ പ്ലവകങ്ങളുടെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും. അതിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഓക്സിജൻ്റെ പ്രൊഡക്ഷൻ കുറയും. അത് സ്വാഭാവികമായിട്ട് ഭൂമിയിൽ ചൂട് കൂടാൻ കാരണമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, 2010 നടന്നൊരു പഠനം അനുസരിച്ച് ഈ ഫൈറ്റോപ്ലാങ്ക്ടൻ്റെ അളവിലുള്ള ഗണ്യമായിട്ടുള്ള കുറവ് 1950 മുതൽ 40% അതിൽ കുറവ് എന്നുള്ള, ഓരോ വർഷവും 1% അത് കുറയുന്നുണ്ട് എന്നുള്ളതാണ്. തിമീങ്കല വേട്ടയോടൊപ്പം തന്നെ ആഗോളതാപനം, അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച സമുദ്ര മലിനീകരണം എല്ലാം അതിന് കാരണമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തിമീങ്കലങ്ങളുടെ ഈ വിസർജ്യം മാത്രമല്ല, നമ്മുടെ ഭൂമിയിൽ ചൂട് വർദ്ധിക്കാൻ കാരണമായിത്തീരുന്ന കാർബൺ, വലിയ അളവിൽ തിമീങ്കലങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയ അളവിൽ കാർബൺ അതിൻ്റെ ശരീരത്തിനകത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ജീവിതകാലത്തുടനീളം അതിൻ്റെ ആ ശരീരത്തിൽ ആ കാർബൺ അത് സംഭരിച്ചു വെക്കുകയാണ്. ശരാശരി 33 ടൺ കാർബണാണ് അതിൻ്റെ ഒരു 10-60 വർഷക്കാലത്ത് ആ ജീവിതത്തിലുടനീളം അത് ശേഖരിച്ചു വെക്കുന്നത്. അത് 1000 വൃക്ഷങ്ങൾക്ക് തുല്യമാണെന്നാണ് അവർ പറയുന്നത്. ആ ജീവിതകാലത്തുടനീളം അത്രയും കാർബൺ അത് ശരീരത്തിനകത്ത് പൂട്ടിവെച്ച് അത് ചാകുന്ന സമയത്ത് അത്രയും കാർബൺ ആ സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും അത് ആഴങ്ങളിലേക്ക് അടിയിലേക്ക് എത്തിക്കുകയാണ്. അതിനെ കാർബൺ സീക്വസ്ട്രേഷൻ എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ആ കാർബൺ നിർമ്മാർജ്ജനത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് ഓരോ തിമീങ്കലങ്ങളും നിർവഹിക്കുന്നത്. ഇനി തിമീങ്കലങ്ങൾ ചത്ത് അതിൻ്റെ ആ ബോഡി കടലിനടിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള 10,000-കണക്കിന് ജീവികളുടെ ഭക്ഷണത്തിൻ്റെ സ്രോതസ്സായിട്ട് മാറാണ്. അവയെല്ലാം ഭക്ഷണത്തിന് വേണ്ടി ആ ശരീരം ആശ്രയിക്കുകയാണ്. ആ ശരീരത്തിന് ചുറ്റും ഒരു ആവാസ വ്യവസ്ഥ തന്നെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അത് വെയിൽ ഫോൾ എന്നാണ് ഈ ഒരു പ്രതിഭാസം അറിയപ്പെടുന്നത്. ഇപ്പോൾ മനുഷ്യൻ കടലുണ്ടാക്കുന്ന ഫസാദ്, അവൻ്റെ ആ ഉപദ്രവങ്ങൾ വെറും ഉപരിതലത്തിൽ മാത്രം, ആ തിമീങ്കല വേട്ടയിൽ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് രാസമാലിന്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അടിക്കടൽ പോലും മനുഷ്യനെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഴക്കടൽ ഖനനം, ഡീപ് സീ മൈനിങ്ങിനെ സംബന്ധിച്ച് അതും മനുഷ്യൻ ആരംഭിച്ചിരിക്കുകയാണ്. ആ എണ്ണക്കും നിരവധി ധാതുക്കൾക്കെല്ലാം വേണ്ടി അടിക്കടൽ വ്യാപകമായിട്ട് അവിടെ മാന്തി നോക്കുകയാണ്. അപ്പോൾ ആ കടലിൻ്റെ അടിത്തറളക്കുന്ന ഒരു പണി, അത് നിരവധി സൂക്ഷ്മജീവികളുടെ നാശത്തിനും അതുവഴി ആ കടലിലുള്ള ആ ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഭക്ഷ്യ ശൃംഖല തന്നെ അത് അലങ്കോലാകാൻ, അത് മുഴുവൻ താളം തെറ്റാൻ അത് കാരണമായിത്തീരുമെന്ന് നിരവധി രൂപത്തിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെല്ലാം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും വലിയ വലിയ കമ്പനികൾ അവരുടെ ആ ഒരു സ്വാധീനമെല്ലാം ഉപയോഗിച്ച് അതെല്ലാം നന്മക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ അത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ആ തിമിംഗല വേട്ടയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ജാപ്പാനിലെല്ലാം മുൻകാലത്ത് 100 കണക്കിന് തിമീങ്കലങ്ങളെ വർഷം തോറും അവർ ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് എന്നുള്ള പേരിലെല്ലാം അവർ കൊന്നൊടുക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നന്മയുടെ പേരും പറഞ്ഞാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ മനുഷ്യന് സമുദ്രത്തിൽ ഫസാദ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, അവിടെയും
ചേർത്ത് വായിക്കേണ്ടത്. സൂറത്തുൽ ബഖറയുടെ 11-ാമത്തെ വചനത്തിൽ ഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. അപ്പോൾ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, നാശം ഉണ്ടാക്കരുതെന്നല്ല അവരോട് പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ നാശത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഞങ്ങൾ നന്മക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അവർ പറയും. അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അപ്പോൾ അവരുടെ ആ ഒരു കാപട്യം അവിടെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആയത്ത് ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചത് കാരണം കരയിലും കടലിലും മുഴുവൻ ആ ഫസാദ്, കുഴപ്പങ്ങൾ, നാശം ഉണ്ടായിരിക്കുന്ന അള്ളാഹു പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ആയത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ കടലായിട്ടൊന്ന് ഇടപഴകിയ ആളുകളായിരുന്നില്ല. പിന്നീട് മനുഷ്യൻ വളരെ വ്യാപകമായിട്ടുള്ള രൂപത്തിൽ ആ സമുദ്ര മലിനീകരണം നടത്തുന്നത് പ്രധാനമായിട്ടും ആ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണത്തിന് ശേഷമാണ്. ആ 18-19 നൂറ്റാണ്ടുകൾ അതിന് ശേഷമാണ് വഴിവിട്ട രൂപത്തിൽ ആ സമുദ്ര മലിനീകരണം എല്ലാം മനുഷ്യൻ നടത്തുന്നത്. ആ ഒരു ആയത്ത്, ആ ഒരു വചനം, മനുഷ്യൻ്റെ കരങ്ങൾ സമുദ്രത്തിൽ ഫസാദ് ഉണ്ടാക്കി എന്നുള്ളത്, അത് അവതരിച്ച ആ കോണ്ടക്സ്റ്റിനേക്കാൾ കാലം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു വ്യാപ്തി കൂടി വരികയാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടെ. അപ്പോൾ മനുഷ്യന് ഭൂമിയിലുണ്ടാക്കുന്ന പ്രകാശ ശബ്ദ മലിനീകരണങ്ങൾ, അതായത് ലൈറ്റ് പൊല്യൂഷൻ, ഇതെല്ലാം സമുദ്രത്തിലും സമാനമായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ശബ്ദ മലിനീകരണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കടലിലുള്ള പല പ്രധാനപ്പെട്ട ജീവികളും ദിശ കണ്ടെത്താൻ, അവരുടെ ആ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയത്തിനെല്ലാം അവർ ഉപയോഗിക്കുന്നത് ഈ സോണാർ തരംഗങ്ങളാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ തിമീങ്കലം, അതേപോലെ തന്നെ ഡോൾഫിൻ പോലെയുള്ള ജീവികൾ പ്രധാനമായിട്ടും അവരുടെ ആ സഞ്ചാരത്തിന്, എക്കോ ലൊക്കേഷൻ, അതേപോലെ തന്നെ ഇര കണ്ടെത്താനെല്ലാം അവരുപയോഗിക്കുന്നത് ഇതേ സോണാർ തരംഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഭൂമിയിൽ ആ കാഴ്ച എത്ര പ്രധാനപ്പെട്ടതാണോ സമാനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കടലിലുള്ള അവരുടെ കേൾവി. അപ്പോൾ നമ്മൾ മനുഷ്യർ നമ്മുടെ സമുദ്ര ഗതാഗതത്തിൽ അന്തർവാഹിനികളും മറ്റുമെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതേ സോണാർ തരംഗങ്ങളാണ്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിനെ ആശ്രയിക്കുന്ന നിരവധി ജീവികളുടെ ആശയവിനിമയത്തെല്ലാം അത് തകിടം മറിക്കുന്നുണ്ട് എന്നുള്ളത് അവർ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശബ്ദം മാത്രമല്ല, മനുഷ്യനുണ്ടാക്കുന്ന പ്രകാശ മലിനീകരണം, ലൈറ്റ് പൊല്യൂഷൻ, അതും സമുദ്രജീവികളെ പല രൂപത്തിലായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ്? അത് നേരത്തെ സൂചിപ്പിച്ച ആ ഡേവിഡ് ആറ്റംബോർ അദ്ദേഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള വേദനിപ്പിക്കുന്ന രംഗം അദ്ദേഹം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം കടലാമകൾ, ഈ കടലാമകൾ കരയിൽ വന്നിട്ടാണ് അവർ മുട്ടയിട്ട് പോവുക. നിരവധി കടലാമകൾ വന്ന് ആയിരക്കണക്കിന് മുട്ടകൾ അവർ കരയിലിട്ട് അവർ കടലിലേക്ക് തന്നെ മടങ്ങുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു രാത്രി ആയിരിക്കും ഈ മുട്ട വിരിയുക. അങ്ങനെ മുട്ട വിരിഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് വരുന്ന ആമക്കുഞ്ഞുങ്ങൾ മുഴുവൻ ഒന്നിച്ച് കൂട്ടം കൂട്ടായിട്ട് അവർ ആ കടലിൻ്റെ ദിശയിലേക്ക് പോയി അവർ അമ്മയോടൊപ്പം ചേരുകയാണ്. ആ രൂപത്തിലാണ് ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ രാത്രിയിലായിരിക്കും ആ മുട്ട വിരിയുക. മുട്ട വിരിഞ്ഞതിന് ശേഷം ആ കുട്ടികൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ, ആ പ്രകാശമുള്ള ഭാഗത്തേക്ക്, ഇപ്പോൾ പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ ചന്ദ്രനുള്ള ദിവസമെല്ലാം ആ വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു പ്രതിഫലനം, അതല്ലെങ്കിൽ നമുക്കറിയാം രാത്രി കാലത്ത് കരയേക്കാൾ കടലെന്നുള്ളത് തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രകാശമുള്ള ഭാഗത്തേക്ക് നടക്കണം. അങ്ങനെ അവർ കടലിലേക്ക് എത്തിച്ചേരും. അതാണ് അവരുടെ അകത്തുള്ള സെറ്റിങ്സ്. അപ്പോൾ ഇവർ ആ മുട്ടയിൽ നിന്നും വിരിഞ്ഞതിന് ശേഷം അതിലവർ കാണിക്കുന്നുണ്ട്, വിരിഞ്ഞതിന് ശേഷം അവർ ചുറ്റിലേക്ക് നോക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ നിരവധി ആർട്ടിഫിഷ്യൽ ലൈറ്റ് കാരണം അതിലുള്ള പല ആമക്കുഞ്ഞുങ്ങളും പല ഭാഗത്തേക്കായിട്ട് മൊത്തം ദിശ തെറ്റി ഡിസോറിയൻറ്റഡ് ആയിട്ട് പല ഭാഗത്തേക്കായിട്ട് നടക്കുകയാണ്. ചിലത് അവിടെ അടുത്തുള്ള പട്ടണത്തിലേക്ക്, റോട്ടിലേക്കെല്ലാം നടന്ന് നിരവധി ആമക്കുഞ്ഞുങ്ങൾ റോട്ടിലും അതേപോലെ തന്നെ ഡ്രെയിനേജുകളിലും അതേപോലെ തന്നെ പല ഭാഗത്തായിട്ട് ചത്ത് കിടക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ച അതിൽ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ എല്ലാ മേഖലയിലും മനുഷ്യൻ്റെ ആ സ്വാർത്ഥതയും ആർത്തിയെല്ലാം കാരണം വഴിവിട്ട രൂപത്തിൽ ആ പ്രകൃതിയിൽ ഇടപെടാനും അതിനെ അലങ്കോലപ്പെടുത്താനെല്ലാം മനുഷ്യന് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റുള്ള ജീവജാലങ്ങളും ആത്യന്തികമായിട്ട് നമ്മൾ തന്നെയും അനുഭവിക്കേണ്ടി വരികയാണ്, തലമുറകൾ അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ആ പരിസ്ഥിതി, ആവാസ വ്യവസ്ഥ, അതിലുള്ള ആ സന്തുലനം, ആ ബാലൻസ്, അതെല്ലാം അതിൻ്റെ സൃഷ്ടാവായിട്ടുള്ളവൻ സംവിധാനിച്ചിട്ടുള്ളതാണ്. വസ്സമാഅ റഫഅഹ വവദഅൽ മീസാൻ. അപ്പോൾ അത് ഭൂമിയിൽ ജീവന് വേണ്ട ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്. അത് നമ്മൾ മനുഷ്യർ തകർക്കുന്ന സമയത്ത് അത് കാരണം അനുഭവിക്കേണ്ടി വരുന്നത് മനുഷ്യർ മാത്രമല്ല, മറിച്ച് മൊത്തം യാത്രക്കാർ, ഭൂമിയാകുന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഫ്ലൈറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിലൊരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതിൽ ആ ഒരു പ്രഷർ ക്രമീകരണം, അതല്ലെങ്കിൽ ഓക്സിജൻ, അത് ഏതെങ്കിലും ഒരാൾ തകർക്കുകയാണെങ്കിൽ അതിലുള്ള മൊത്തം യാത്രക്കാർ അത് കാരണം അനുഭവിക്കേണ്ടി വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. അത് കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടി ശ്രോതാക്കളിലേക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രപഞ്ചത്തിലുടനീളം അള്ളാഹുവിൻ്റെ ആ നാമഗുണവിശേഷങ്ങളുടെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് മനസ്സിലുടനീളം മിന്നിമറിഞ്ഞ അള്ളാഹിൻ്റെ ചില നാമങ്ങൾ, ഒന്നാമതായിട്ട് അൽ ഖാലിഖ് എന്നുള്ള നാമമാണ്, സൃഷ്ടാവായിട്ടുള്ളവൻ. വബസ്സ മിൻ കുല്ലി ദാബ്ബ, എത്രയെത്ര വൈവിധ്യങ്ങളോടുകൂടിയാണ് ആ കടലിലും കരയിലുടനീളം അവൻ ജന്തുജീവജാലങ്ങളെ വ്യാപിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂർ നേരത്തെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ 45-ാമത്തെ വചനത്തിൽ വല്ലാഹു ഖലഖ കുല്ല ദാബ്ബത്തിൻ മിമ്മ, അള്ളാഹു എല്ലാ ജന്തുക്കളെയും ആ ജലത്തിൽ നിന്നും സൃഷ്ടിച്ചു. അതിനുശേഷം ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അതിൽ ഉദരത്തിൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, 2 കാലിൽ നടക്കുന്ന, 4 കാലിൽ നടക്കുന്ന വ്യത്യസ്ത രൂപത്തിലുള്ള ജീവിവർഗത്തെ സംബന്ധിച്ച് പറയാണ്. ശേഷം യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പോൾ അത് നമ്മൾ അറിയുന്ന, നമ്മൾ കാണുന്ന പല ജീവികളുണ്ട്, അതേസമയം നമ്മൾ കാണാത്ത പലതിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത്. സൂറത്ത് നഹ്ലിൻ്റെ 8-ാമത്തെ വചനത്തിൽ വയഖ്ലുഖു മാ ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്ത പലതിനെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് സമുദ്രമായിട്ട് ബന്ധപ്പെട്ടെല്ലാം നമ്മൾ കണ്ടു. ചില സോണിൽ അവിടെ നമ്മൾ ഒരല്പം ജീവികളെ മാത്രമാണ് നമുക്ക് അറിയുന്നത്. ഒരുപക്ഷേ നമ്മുടെ ജീവിതകാലത്ത് തന്നെ അറിഞ്ഞുകൊള്ളുന്നില്ല അത്രയേറെ ജീവിവർഗങ്ങൾ അവിടെ ഇനിയും അറിയാനിരിക്കുകയാണ്. രണ്ടാമതായിട്ട് മനസ്സിലേക്ക് വന്ന അള്ളാഹിൻ്റെ മറ്റൊരു നാമം അൽ മുസവ്വിർ എന്നുള്ള നാമമാണ്, രൂപം നൽകുന്നവൻ, ആ ഡിസൈനർ. അപ്പോൾ അതുതന്നെ സൃഷ്ടിപ്പായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു ഏതെങ്കിലും രൂപത്തിൽ സൃഷ്ടിക്കല്ല, മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ സൊവ്വറക്കും ഫഅഹ്സന സുവറക്കും, ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ അതിന് ആകൃതിയും ആ ഡിസൈനെല്ലാം നൽകിയവൻ. അത് സമുദ്രജീവികളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. നമ്മുടെ ഭാവനകൾക്ക് അതീതമായിട്ടുള്ള ആ ഒരു രൂപവും ഭാവവും വർണ്ണവും എല്ലാം നൽകി അതേ രൂപത്തിലാണ് അവിടെ ആ സൃഷ്ടിപ്പെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയും അൽ മുസബ്ബിർ എന്നുള്ള അള്ളാഹിൻ്റെ നാമമാണ് അതെല്ലാം പ്രതിഫലിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള അള്ളാഹിൻ്റെ റബ്ബ് എന്നുള്ള ആ ഒരു നാമം. അള്ളാഹു കേവലം സൃഷ്ടിക്കല്ല, മറിച്ച് ആ സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുക, പരിപാലിക്കുക, അതിനെ കെയർ ചെയ്യുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് മെയിൻ്റനൻസ് എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ളൊരു ജോലിയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ചെറിയ സ്കെയിലിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അക്വേറിയെല്ലാം വാങ്ങി എണ്ണപ്പെട്ട മീനുകളെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ എത്രത്തോളം അതിന് കെയറിങ് ആവശ്യമാണ്. ദിനേന അതിനെ പരിപാലിക്കേണ്ടതുണ്ട്, വെള്ളം മാറ്റേണ്ടതുണ്ട്, അതല്ലെങ്കിൽ ഭക്ഷണം ഫീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയേറെ ബില്യൺ കണക്കിന് ജീവജാലങ്ങൾ ആ കടലിലുടനീളം അവർ വളരെ സ്മൂത്തായിട്ട് ജീവിക്കുകയാണ്. അതെല്ലാം അവയുടെ ആ സൃഷ്ടാവായിട്ടുള്ള ആ റബ്ബായിട്ടുള്ളവനാണ് അതിനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റബ്ബ് എന്നുള്ള നാമത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെയും നമ്മൾ കാണുന്നത്. നാലാമതായിട്ട് അർ റാസിഖ്, അർ റസാഖ് എന്നുള്ള നാമം, അള്ളാഹു ഉപജീവനം നൽകുന്നവനാണ്. അപ്പോൾ സമുദ്രത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഭക്ഷ്യശൃംഖലയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി. ഓരോ സൂക്ഷ്മജീവികൾക്കും വേണ്ട ഭക്ഷണം കൃത്യമായിട്ട് ലഭിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾക്കും പല രൂപത്തിലായിട്ട് ഉപജീവനം അവിടെ സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും ചേർത്ത് വായിക്കേണ്ടത് സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 60-ാമത്തെ വചനത്തിൽ വകഅയ്യിൻ മിൻ ദാബ്ബത്തിൻ, എത്രയെത്ര ജീവികളാണ്, കരയിലും കടലുമായിട്ട് എത്രയെത്ര ജീവികളാണ്, ലാ തഹ്മിലു റിസ്ഖഹ, അവരെല്ലാം അവരുടെ ഉപജീവനം നോക്കുന്നത്, മറിച്ച് അല്ലാഹു യർസുഖുഹ വ ഇയ്യാക്കും, അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവരുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അവൻ്റെ ആ സൃഷ്ടികളിലൂടെ, ആ സൃഷ്ടി പഠനത്തിലൂടെ അവൻ അടുത്തറിയാൻ വേണ്ടി ശ്രമിക്കുക. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പഠിച്ച് അവനിലേക്ക് കൂടുതൽ അടുക്കാനും അവന് വഴിപ്പെട്ട് ജീവിക്കാനും നാളെ സ്വർഗ്ഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.